അപ്പൊ നമ്മൾ പ്ലാന്റ് പത്തോളജിയിലെ ക്വസ്റ്റ്യൻ ആൻസർ സെഷന്റെ രണ്ടാമത്തെ സെഷനിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതേപോലെ കഴിഞ്ഞ ഒരു സെഷനിലും നമ്മൾ റാൻഡം ആയിട്ട് പല പല സെക്ഷൻസ് നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് കൂടുതലും PSCയിൽ മുന്നേ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ പാത്തോളജിയിലെ SRF ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെല്ലാം എടുത്ത അതേപോലത്തെ പാറ്റേണിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലാസ്സിലും അതെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ പാറ്റേണിലാണ്. പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസും അതേപോലെ SRF പ്ലാന്റ് പത്തോളജിയിലെ SRF എക്സാംസിൽ വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പോ കുറച്ച് ഡിസ്കസ് ചെയ്യാം. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്തോളജിയിൽ നമുക്ക് പല പല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി കോസ്റ്റൽ ഓർഗാനിസം ചോദിക്കാം. സയന്റിഫിക് നെയിം തന്നെ പഠിച്ചു വെക്കണം. ഓരോ ഇമ്പോർട്ടന്റ് ക്രോപ്പിലെയും ഡിസീസ് അതിലെ കോസ്റ്റൽ ഓർഗാനിസം. ഓക്കെ, അപ്പൊ അത് ഫംഗസ് ആണോ വൈറസ് ആണോ ഫൈറ്റോപ്ലാസ്മയാണോ എല്ലാം അറിയണം. അതേപോലെ തന്നെ അതിന്റെ സയന്റിഫിക് നെയിമും അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോസ്റ്റൽ ഓർഗാനിസം ഓഫ് ഷീത്ത് റോട്ട് ഓഫ് റൈസ്. റൈസ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ക്രോപ്പാണ്. എല്ലാവർക്കും എല്ലാ ഡിസീസസും അതിന്റെ കോസ്റ്റൽ ഓർഗാനിസം സിംറ്റം മാനേജ്മെന്റ് അടക്കം ഏതായിരിക്കും ആൻസർ? എ റൈസെക്ടോണിയ സൊളാനി, ബി സാരോക്ലാഡിയം ഒറൈസെ, സി ഡ്രക്സ്ലറ ഒറൈസെ, ഡി പൈറിക്കുലേറിയ ഒറൈസെ. അതൊരു എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും ഷീത്ത് എന്ന് കഴിഞ്ഞാൽ പിന്നെ വായിക്കാതിരിക്കാൻ. ഓക്കെ, ഇപ്പൊ ഷീത്ത് ബ്ലൈറ്റ് ആണ് മൈൻഡിൽ വന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ റൈസെക്ടോണിയ സൊളാനി ചൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഒരു ടെൻഡൻസി ഉണ്ടാവും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഷീത്ത് ബ്ലൈറ്റും ഷീത്ത് റോട്ടും റൈസിലെ രണ്ട് ഡിഫറെന്റ് ഡിസീസസ് തന്നെയാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഡി സാരോക്ലാഡിയം ഒറൈസയാണ് ഷീത്ത് റോട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുകയാണെങ്കിൽ അതിന്റെ സിംറ്റംസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഷീത്ത് ബ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? നമ്മുടെ ആ ഒരു വാട്ടർ ലെവലിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് ഇറഗുലർ ആയിട്ടുള്ള ഒബ്ലോങ് ഷേപ്പിലുള്ള ഒരു ആഷ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ ആ ഒരു ടൈപ്പ് കളറിലെ ലീഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വാട്ടർ ലെവലിനായിരിക്കും ബിഗിൻ ചെയ്യുന്നത്. പിന്നെ നല്ലോണം എക്സ്റ്റെൻസീവ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പെർട്ടിക്കുലർ ബാൻഡ് പോലെ കംപ്ലീറ്റ്ലി ഉണ്ടാവും ചെയ്യും. അതേപോലെ ഒരു ഫൈനൽ സ്റ്റേജിലൊക്കെ സ്ക്ലീറോഷ്യ, ഒരു കടുകുമണി പോലത്തെ ഒരു സ്ട്രക്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലെ. സ്ക്ലീറോഷ്യ എന്നുള്ള ഒരു സ്ട്രക്ചറും നമുക്ക് കാണാൻ പറ്റും ഷീത്ത് ബ്ലൈറ്റില്. ഷീത്ത് റോട്ട് പക്ഷെ വാട്ടർ ലെവലിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, പാനിക്കിൾ എത്തുന്ന ആ ഒരു ടൈമിലാണ് അവിടെ ഷീത്ത് റോട്ടിന്റെ സിംറ്റം വിസിബിൾ ആവുക. പാനിക്കൽ ഇനീഷ്യേഷൻ സ്റ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മുടെ ബൂട്ട് ലീഫിന്റെ ബേസ് ആയിട്ട് പാനിക്കിൾ ഇങ്ങനെ എമേർജ് ചെയ്ത് തുടങ്ങുന്നതിന്റെ ബേസിലാണ് നമ്മൾ അവിടെ ലീഷൻസ് കാണുക. പാനിക്കിൾ മൊത്തത്തിലാണ് പുറത്തേക്ക് വരാതെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന പോലെ. നിങ്ങൾ POP വായിച്ച് മനസ്സിലാവും. ആസ് എ ഇറ്റ് ഈസ് ചോക്ഡ് ഇൻസൈഡ്, അങ്ങനെ തന്നെയാണ് സെന്റൻസ് പോയിട്ടുള്ളത്. അതിനുള്ളിൽ ഒന്ന് ശ്വാസം മുട്ടി നിൽക്കുന്ന പോലത്തെ ഒരു അപ്പിയറൻസ് ആയിരിക്കും ഷീത്ത് റോട്ടിന് കേട്ടോ. അതുകൊണ്ട് തന്നെ പാനിക്കിൾസ് എല്ലാം ഷാഫി ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഓർത്തു വെക്കുക, ഷീത്ത് ബ്ലൈറ്റ് റൈസെക്ടോണിയ സൊളാനിയാണ്, ഷീത്ത് റോട്ട് സാരോക്ലാഡിയം ഒറൈസയാണ്. ബാക്കി രണ്ട് ഓപ്ഷൻസ് നോക്കി നോക്കൂ. ഡ്രക്സ്ലറ ഒറൈസെ, പൈറിക്കുലേറിയ ഒറൈസെ. ഡ്രക്സ്ലറ ഒറൈസെ എന്ന് പറയുന്നത് ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ചില ആൾക്കാർക്ക് ആ പേര് കുറച്ച് ഫെമിലിയർ ആയിരിക്കണം നിർബന്ധമല്ല. ചിലരെങ്കിലും കേട്ടിട്ടുള്ളത് ഹെൽമിന്തോസ്പോറിയം ഒറൈസെ എന്ന് മാത്രമായിരിക്കും. പക്ഷെ അവിടെ ഹെൽമിന്തോസ്പോറിയം ഒറൈസെ, ഡ്രക്സ്ലറ ഒറൈസെ, ബൈപോളാരിസ് ഒറൈസെ, ഈ മൂന്ന് ടേംസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മൂന്നും റൈസിലെ ബ്രൗൺ സ്പോട്ട് പാത്തജൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സിംറ്റം എങ്ങനെയായിരിക്കും? ആ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള മസ്റ്റാർഡ് ലൈക്ക് സ്പോട്ട്, സർക്കിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പില് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ബ്രൗൺ കളർ സ്പോട്ട്സ് ആയിരിക്കും. ലീഫിന്റെ മുകളിലായിരിക്കാം, ചിലപ്പോ ഗ്രെയിൻസിന്റെ മുകളിലായിരിക്കാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് സിംറ്റം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ലാസ്റ്റ് വൺ പൈറിക്കുലേറിയ ഗ്രിസിയ അല്ലെങ്കിൽ പൈറിക്കുലേറിയ ഒറൈസെ എന്നൊക്കെ വിളിക്കുന്ന പാത്തജൻ. അത് റൈസിലെ ഏത് ഡിസീസ് ആയിരിക്കും ഉണ്ടാക്കുക? ബ്ലാസ്റ്റ് ഡിസീസ്. ഓക്കെ, ബ്ലാസ്റ്റ് എന്നുള്ള ഡിസീസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ സിംറ്റം എന്ന് പറയുന്നത് അതും ഒരു ടൈപ്പ് ഓഫ് സ്പോട്ട് പോലെ തോന്നും, പക്ഷെ സിംറ്റത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അതിന്റെ ഷേപ്പില് എങ്ങനെയായിരിക്കും? സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും. ആ ഫിഗറിലുണ്ട് അല്ലെ, ഒരു ഐ ഷേപ്ഡ് കണ്ണ് പോലെ, കണ്ണിന്റെ ആകൃതി നടുക്ക് ഇങ്ങനെ തടിച്ചിട്ടും
രണ്ട് എൻഡ്സ് ഇങ്ങനെ കൂർത്തിട്ടും സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്പോട്ട്സ് ആയിരിക്കും. ബ്ലാസ്റ്റിന് ബ്രൗൺ സ്പോട്ടിനാണെങ്കിലോ സ്പിൻഡിൽ ഷേപ്പ് അല്ല, സർക്കിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ബ്രൗൺ സ്പോട്ട്സ് ആയിരിക്കും. ഇപ്പൊ തമ്മിലുള്ള സിംറ്റംസ്. അപ്പൊ ഓരോ ഇമ്പോർട്ടന്റ് ക്രോപ്പ് എടുക്കുക, അതിലെ ഡിസീസസിന്റെ സിംറ്റംസ്, കോസ്റ്റൽ ഓർഗാനിസം കമ്പൽസറി ഒരു ടാബുലാർ ഫോം ആക്കി പഠിക്കുക കേട്ടോ. ക്രൈസറ്റോണിയ സൊളാനി ഷീത്ത് ബ്ലൈറ്റ്, ഡ്രെക്സ്ലർ ഒറൈസ ഉണ്ടാക്കുന്ന ബ്രൗൺ സ്പോട്ട്, പൈറിക്കുലറി ഒറൈസ ഉണ്ടാക്കുന്നത് ബ്ലാസ്റ്റ് ഡിസീസ്. അപ്പൊ അത് ഏത് ഡിസീസ് വേണമെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ് വൺ, ഹോൾ റൈസ് പാനിക്കിൾ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സിലിണ്ട്രിക്കൽ റോഡ് ഇൻ. ഇപ്പൊ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? റൈസിന്റെ പാനിക്കിൾ ആയിരിക്കും അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയായിരിക്കും എന്ന്. പക്ഷെ അത് സാധാരണ കാണുന്ന പോലെ അല്ല, അത് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു സിലിണ്ട്രിക്കൽ റോഡ് പോലെ, ഒരു ചന്ദനത്തിരി പോലെ, അഗർബത്തി പോലെ ഒക്കെ വരികയാണ്. അപ്പൊ അതിനെ ഏത് ഡിസീസ് എന്നാണ് വിളിക്കുക? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, PSC മുന്നേ ചോദിച്ചതാട്ടോ. ഊതുബത്ത ഡിസീസ് ആണ് അത്. ചന്ദനത്തിരി രോഗം, അഗർബത്തി രോഗം എന്നൊക്കെ പറയുന്നത്. പാനിക്കിൾ ഒരു ഇൻസെൻസ് റോഡ് പോലെ മാറുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും കാണുക. സാധാരണ പാനിക്കിൾ പോലെ ആയിരിക്കില്ല, ഇതിങ്ങനെ ഒരു ചന്ദനത്തിരി പോലത്തെ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. അപ്പൊ ബാക്കിയുള്ളത് ഇതിന്റെ കോസ്റ്റൽ ഓർഗാനിസം ഏതായിരുന്നു? ഓർമ്മ ഉണ്ടോ? ഊതുബത്ത ഡിസീസ് എഫലിസ് ഒറൈസയാണ്. ഓക്കെ, എല്ലാ ഡിസീസും കോസ്റ്റൽ ഓർഗാനിസം പഠിക്കണം. നെക്സ്റ്റ്, ഫോൾസ് മട്ടിന്റെ സിംറ്റം ഒക്കെ എങ്ങനെയായിരിക്കും? പേരിൽ തന്നെ ഉണ്ട്, ഒരു സ്മട്ട് ലൈക്ക് ഡിസീസ്. സ്മട്ട് എന്താണെന്ന് അറിയാലോ അല്ലെ? നമ്മുടെ സീരിയൽ ക്രോപ്സിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസീസ് ആണ് സ്മട്ട്. ആ രോഗം വന്ന് എന്താ സംഭവിക്കുക? നമ്മള് ഗ്രെയിൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 3-4 ഗ്രെയിൻസിന് പകരം ആ പ്ലേസിൽ ഒരു ബോൾ പോലത്തെ സ്ട്രക്ചർ കാണാൻ പറ്റും. സാധാരണ കറുത്ത ഒരു ഉണ്ട പോലെ ഫോം ചെയ്യും. അപ്പൊ അത് ബ്ലോസം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കതിര് വരുന്ന സമയത്തായിരിക്കും ഈ ഡിസീസ് കാണുക. സാധാരണ സ്മട്ടൊക്കെ ഉണ്ടാക്കുന്ന കോസ്റ്റൽ ഓർഗാനിസം ഏതായിരിക്കും? ഉസ്റ്റിലാഗോ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഇത് ഉസ്റ്റിലാഗോ ഗ്രൂപ്പ് അല്ല, ഉസ്റ്റിലാജിനോയിഡിയ വൈറൻസ് എന്നുള്ള ഒരു പാത്തജൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫോൾസ് സ്മട്ട് എന്ന് വിളിക്കുന്നത്. സാധാരണ സ്മട്ട് ഉണ്ടാക്കുന്ന ആളല്ലാത്തത് കൊണ്ട്. ഇതിന് തന്നെ മറ്റൊരു പേരുണ്ട്, എന്തായിരുന്നു? ലക്ഷ്മി രോഗ. ലക്ഷ്മി രോഗ എന്നുള്ളൊരു ഡിസീസ് ഉണ്ട്. ആ ഒരു മഞ്ഞ ഉണ്ടല്ലേ അത്. ഓക്കെ, അപ്പൊ അത് സിംറ്റം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു യെല്ലോ കളർ സ്മട്ട് ബോൾസ് ആയിരിക്കും സിംറ്റം. അപ്പൊ പണ്ടത് ബൂം ഹാർവസ്റ്റ്. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ നല്ല ഹാർവസ്റ്റ് കൂടും എന്ന ആൾക്കാര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി ദേവിന്റെ അനുഗ്രഹം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ലക്ഷ്മി രോഗ എന്നുള്ള പേരൊക്കെ വന്നത് കേട്ടോ. കാരണം അത് പണ്ടൊരു മൈനർ പാത്തജൻ ആയിരുന്നു. അത് വന്നു എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന്, കാരണം വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ അത് വരുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് പെസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ സ്റ്റാക്ബേൺ ഡിസീസ്, ബ്രൗൺ സ്പോട്ട്. ബ്രൗൺ സ്പോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഹെൽമിന്തോസ്പോറിയം അല്ലെങ്കിൽ ഡ്രെക്സ്ലറ അല്ലെങ്കിൽ ബൈപോളാരിസ് ഒറൈസ എന്നുള്ള പാത്തജൻ ഉണ്ടാക്കുന്ന രോഗമാണ്. ബ്രൗൺ നിറത്തില് വട്ടത്തിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ആയിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള സ്പോട്ട്സ് ആയിരിക്കും. സ്റ്റാക്ബേൺ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഓൾട്ടർനേറിയ പാഡ്വിക്കി എന്ന് പറഞ്ഞൊരു പാത്തജൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സ്റ്റാക്ബേൺ ഡിസീസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അത് ഒരു കത്തിക്കരിഞ്ഞ പോലത്തെ ഒരു സിംറ്റം ആണ് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ആ ഓലയിൽ അല്ലെ, മീൻ എന്താ പറയാ, നെല്ലിന്റെ ആ ഒരു ഓലയിലൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ കത്തിക്കരിഞ്ഞ പോലെ പെർട്ടിക്കുലർ ഷേപ്പിലൊന്നും അല്ലാത്ത സിംറ്റംസ് കാണാൻ പറ്റും. അതാണ് സ്റ്റാക്ബേൺ. ഓൾട്ടർനേറിയ പാഡ്വിക്കി ആണ് കോസ്റ്റൽ ഓർഗാനിസം. അപ്പൊ ഇത്രയും പറഞ്ഞ റൈസിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡിസീസസ്, കോസ്റ്റൽ ഓർഗാനിസം, സിംറ്റം തറവായിട്ട് നോക്കുക കേട്ടോ. ഇനി വേറെ നോക്കാം. ഫംഗൽ പൊള്ളു ഈസ് ഓൾസോ നോൺ ആസ്. അപ്പൊ ഫംഗൽ പൊള്ളു എന്നുള്ളത് എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? പൊള്ളു ബീറ്റിൽ നിന്നെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലെ? ലങ്ക രാമകൃഷ്ണ കോസ് ചെയ്യുന്ന പൊള്ളു ബീറ്റ്. അപ്പോ പൊള്ളു ബീറ്റിൽ ഏത് ക്രോപ്പിലാണ് വരുന്നത് എന്ന് ഓർമ്മ ഉണ്ടോ? ബ്ലാക്ക് പെപ്പർ, കുരുമുളകിൽ വരുന്ന ഒരു പെസ്റ്റ് ആണ് പൊള്ളു ബീറ്റ്. എന്തുകൊണ്ടായിരിക്കും ആ പേര് അങ്ങനെ വന്നത്? ഹോളോ ആവും, ഷാഫി ആയി മാറും അല്ലെ, പൊള്ളയായി മാറും. അപ്പൊ അതിന്റെ ഒരു ഫംഗൽ പാത്തജൻ എഫക്ട് ചെയ്താലും കുരുമുളകിന്റെ ആ ഒരു മണികൾ ഇങ്ങനെ പൊള്ളയായിട്ട് മാറും. അപ്പൊ അതിൽ ഏത് ഡിസീസ് ആണ് ഫംഗൽ പൊള്ളു എന്നുള്ള പേരും കൂടി ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ്? ആന്ത്രാക്നോസ് ഡിസീസ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും സാധാരണ കുരുമുളക് ഉണ്ടാവുന്നതിന് പകരം ഷാഫി ആയിട്ടുള്ള ഹോളോ ആയിട്ടുള്ള മണികളായിരിക്കും ഉണ്ടായിരിക്കുക. അത് കൊൾട്ടോട്രൈക്കം ഗ്ലിയോസ്പോറിയോയിഡ്സ് അല്ലെങ്കിൽ ചില സ്ഥലത്ത് കൊൾട്ടോട്രൈക്കം ക്യാപ്സിസി എന്നും കാണാം. ഇപ്പൊ കൊൾട്ടോട്രൈക്കം ഗ്രൂപ്പ് ആണ്
ആന്ത്രാക്നോസ് ആണ് നോർമൽ ഡിസീസ്. ലീഫിൽ ആന്ത്രാക്നോസ് എങ്ങനെയാണോ സിംറ്റം ഉണ്ടാക്കുന്നത്, കുറച്ച് സങ്കടായിട്ടുള്ള അൾസർ പോലത്തെ ലീഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതല്ലേ ടിപ്പിക്കൽ ആന്ത്രാക്നോസ് സിംറ്റം? എന്തായിരുന്നു? നമുക്ക് ഇലേന്റെ മുകളില് കുറച്ച് കുഴിഞ്ഞ പാട് കാണാൻ പറ്റും അല്ലെ? അൾസർ, പുണ്ണൊക്കെ പോലത്തെ ഒരു പാട് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ആന്ത്രാക്നോസ് എന്ന് വിളിക്കുന്നത്. ഇലേന്റെ മുകളിൽ അങ്ങനത്തെ സിംറ്റം ഒക്കെ തന്നെയാണ് കാണുക. പക്ഷെ മണികളിലേക്ക് വരുന്ന സമയത്ത് അത് പൊള്ളയായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ അതിനെ പൊള്ളു ഡിസീസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫംഗൽ പൊള്ളു എന്നൊക്കെ വിളിക്കും കേട്ടോ. അപ്പൊ ഏതാ ഓർഗാനിസം എന്ന് ഓർത്ത് വെക്കുക. ഇനി ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി, ക്യുക്വിൽറ്റ് അല്ലെങ്കിൽ ഫുഡ് റോട്ട്. രണ്ടും ഉദ്ദേശിക്കുന്ന ഒരേ ഡിസീസിനെയാണ് കേട്ടോ. ദ്രുതവാട്ടം എന്നൊക്കെ വിളിക്കുന്ന ഡിസീസ് ആണ് കുരുമുളകിൽ ഉണ്ടാക്കുന്നത്. ആരാണ്? ഫൈറ്റോഫ്തോറ ക്യാപ്സിസി ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇക്കൂട്ടത്തിൽ ഏതാണ് ബാക്ടീരിയൽ ഡിസീസ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പൊട്ടാറ്റോ സ്കാബ്, ഓപ്ഷൻ ബി ചില്ലി ലീഫ് സ്പോട്ട്, ഓപ്ഷൻ സി സിട്രസ് കാങ്കർ, ഓപ്ഷൻ ഡി ബ്ലാസ്റ്റ്. അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ ബ്ലാസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞു ആരായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? പൈറിക്കുലേറിയ റൈസെ അല്ലെങ്കിൽ പൈറിക്കുലേറിയ ഗ്രിസിയ എന്നുള്ളൊരു ഫംഗസ് ഉണ്ടാക്കുന്ന റൈസിൽ വരുന്ന ഒരു അസുഖമാണ് ബ്ലാസ്റ്റ്. ചില്ലി ലീഫ് സ്പോട്ടും ബ്ലാസ്റ്റും കണ്ടാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ലീഫ് സ്പോട്ട് സാധാരണഗതിയിൽ ആരായിരിക്കും ഉണ്ടാക്കുക? ഫംഗസ് ആയിരിക്കും അല്ലെ? നമുക്കറിയുന്ന ഒരുപാട് ലീഫ് സ്പോട്ട് പാത്തജൻസ് ഉണ്ട്. ഓൾട്ടർനേറിയ അല്ലെങ്കിൽ സർക്കോസ്പോറ, കൊൾട്ടോട്രൈക്കം, ഇവർക്ക് സ്പോട്ട് ഡിസീസസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ചില്ലിയിൽ അത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അതന്നെ പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് PSC വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബാക്കി ഡിസീസസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പൊട്ടാറ്റോ സ്കാബ്. പൊട്ടാറ്റോയിൽ വരുന്ന ഒരു ഡിസീസ് ആണ്. കോസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോമൈസസ് സ്കാബീസ് എന്നുള്ള ഒരു ബാക്ടീരിയ ആണ്. ചില്ലിയിലെ ലീഫ് സ്പോട്ട് ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചില്ലിയിലെ ലീഫ് സ്പോട്ട് ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയ തന്നെയാണ്. സാന്തോമോണാസ് വെസിക്കറ്റോറിയ എന്നുള്ളൊരു പാത്തജൻ. സിട്രസ് കാങ്കർ, അത് സാന്തോമോണാസ് സിട്രി എന്നുള്ളൊരു പാത്തജൻ. ഇപ്പൊ ഇത് മൂന്നും എന്താണ്? ബാക്ടീരിയ ആണ് അല്ലെ? അപ്പൊ ലാസ്റ്റ് വൺ മാത്രമാണ് അല്ലാത്തത്. ഇത് പണ്ട് ചോദിച്ചതായതുകൊണ്ട് തന്നെ വളരെ ഡയറക്റ്റ് ആണ്. ജസ്റ്റ് എല്ലാ കോസ്റ്റൽ ഓർഗാനിസവും ഡിസീസിന്റെ പേരും അറിയുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് കുത്താൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതൊരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ എടുക്കുക. കാരണം നിങ്ങൾ തീരെ പഠിക്കാതെ പോകരുത്. ഓൾമോസ്റ്റ് എല്ലാ ഡിസീസസും കോസ്റ്റൽ ഓർഗാനിസംസും നിങ്ങൾക്ക് തറോ ആയിരിക്കണം. ഇതെന്നായിരിക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് ക്ലിയർ ആവണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റണം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കുത്താനേ ഉള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ എല്ലാ കോസ്റ്റൽ ഓർഗാനിസം, ഡിസീസസ്, സിംറ്റംസ് ആ ലെവലെങ്കിലും പഠിച്ചെടുക്കുക. എന്നിട്ട് തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് ചാടുക. അങ്ങനെ വേണം പഠിച്ചു പോകാൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാത്തജൻ ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് വാസ്കുലാർ വിൽറ്റ് ഡിസീസ് ഇൻ പ്ലാന്റ്സ്? ഓക്കെ, അപ്പൊ പ്ലാന്റ്സിൽ വരുന്ന ഒരു രോഗമാണ് വാസ്കുലാർ വിൽറ്റ്. വിൽറ്റ് എന്താണ്? വാട്ടം അല്ലെ? ഇപ്പൊ വാട്ടം പല രീതിയിലാവാം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വാടും, അല്ലെങ്കിൽ എന്താ പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വരണം, എന്നാലും വാടും. ഈ രോഗം വരാൻ സാധ്യത, വാസ്കുലാർ വിൽറ്റ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് അവിടെ ഉണ്ടാവുന്ന വാസ്കുലാർ ടിഷ്യൂ. ഇപ്പൊ വെള്ളമൊക്കെ എടുക്കാൻ പറ്റുന്ന വാസ്കുലാർ ടിഷ്യൂ ഏതാ? വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ സൈലം വെസൽസ് ഒക്കെ. ഈ സൈലം വെസൽസിന്റെ ഉള്ളിലൊക്കെ പാത്തജൻ പോയിട്ടാണ് ബ്ലോക്ക് ചെയ്യും. അതിന്റെ ടോക്സിൻസോ അല്ലെങ്കിൽ അതിന്റെ മൈസീലിയ, ഇപ്പൊ ഒരു ഫംഗസ് ആണ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ മൈസീലിയ ആയിരിക്കും, എല്ലാം കുത്തി നിറച്ച് അതിനെ ബ്ലോക്ക് ആക്കി കളയും. അപ്പൊ എന്താ സംഭവിക്കുക? മുകളിലുള്ള പോർഷൻ മൊത്തം വാടി നിൽക്കും അല്ലെ? അപ്പൊ അതാണ് വാസ്കുലാർ വിൽറ്റ്. അപ്പൊ അതൊരു ഡിസീസ് അല്ല, ഒരു പാത്തജൻ അല്ല അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. പല ക്രോപ്സിൽ പല ഓർഗാനിസംസ് ഇതേ വാസ്കുലാർ വിൽറ്റ് സിംറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ അതല്ലാത്തത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്ലാവിബാക്ടർ മിഷിഗനൻസിസ്, ഒരു ബാക്ടീരിയ കേട്ടോ. പോസിറ്റീവ്, ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. അത് ഒരു സ്ഥലത്ത് കുറിച്ച് വെച്ചോ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഗ്രാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് ഒരു 3-4 കണ്ടാൽ ഇന്നൊരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ പിക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ക്ലാവിബാക്ടർ. ഓക്കെ, ക്ലാവിബാക്ടർ മിഷിഗനൻസിസ്. അപ്പൊ അത് സൊളനേഷ്യസ് വെജിറ്റബിൾസിലെല്ലാം വാസ്കുലാർ വിൽറ്റ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. എല്ലായ്പ്പോഴും ഫംഗസിന് വേണമെന്നൊന്നുമില്ല കേട്ടോ വാസ്കുലാർ വിൽറ്റ് ഉണ്ടാക്കാൻ. ബാക്ടീരിയക്ക് ഉണ്ടാക്കാം, ഫംഗസിനും ഉണ്ടാക്കാം. അതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ക്ലാവിബാക്ടർ മിഷിഗനൻസിസ്. സെക്കൻഡ് വൺ ഫ്യൂസേറിയം ഓക്സിസ്പോറം. അത് ഓപ്ഷനിൽ മീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല.
കാരണം എല്ലാവർക്കും അറിയാം ഫിസേറിയാണ് വാസ്കുലാർ വിൽറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരിൽ ഏറ്റവും മുന്നിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള എക്സാമ്പിൾസ് ഫിസേറിയത്തിന്റെ ആയിരിക്കും അല്ലെ. അത് ഓരോ ക്രോപ്പിലും ഉണ്ട്. ഇപ്പൊ നമുക്ക് കോട്ടൺ എന്ന് പറയുമ്പോൾ ഫിസേറിയം ഓക്സിസ്പോറം ഫോമ സ്പീഷ്യാലിസ് വാസ് ഇൻഫെക്റ്റം എന്ന് പറയും. അതിന് ചില്ലിയിലേക്ക് വന്ന ഫിസേറിയം ഓക്സിസ്പോറം ഫോമ സ്പീഷ്യാലിസ് കാക്സിസി എന്ന് വിളിക്കും. ടൊമാറ്റോയിലാണെങ്കിലോ ഫിസേറിയം ഓക്സിസ്പോറം ഫോമ സ്പീഷ്യാലിസ് ലൈക്കോപെർസിക്കി. ബ്രിഞ്ചോൾ ആണെങ്കിൽ മെലോഞ്ചീന. അങ്ങനെ ഓരോ ക്രോപ്പിനനുസരിച്ചിട്ട് ഫോർമ സ്പീഷ്യാലിസിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഓക്കെ, സ്പീഷീസിൽ തന്നെ വരുന്ന ഒരു സബ് ഗ്രൂപ്പ് ആട്ടോ അത്. നമ്മൾ പറയുന്ന ഏത് ഹോസ്റ്റിനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തു എന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ക്രോപ്സിലും വിൽറ്റ് ഉണ്ടാക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഫിസേറിയം ഓക്സിസ്പോറം. അപ്പൊ അയാളും ഉണ്ട്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കി നോക്കൂ, വെർട്ടിസീലിയം ഡാലിയെ. അതും വാസ്കുലാർ വിൽറ്റ് ഉണ്ടാക്കും. മെയിൻലി കോട്ടണിലൊക്കെ വാസ്കുലാർ വിൽറ്റ് ഉണ്ടാക്കുന്ന ഒരു പാത്തജൻ ആണ് വെർട്ടിസീലിയം ഡാലിയെ. ഇപ്പൊ എയും ബിയും ഡിയും വാസ്കുലാർ വിൽറ്റ് പാത്തജൻസ് തന്നെയാണ്. പക്ഷെ സി ഓപ്ഷൻ സാന്തോമോണസ് വെസിക്കറ്റോറിയ നേരത്തെ കണ്ടു അല്ലെ, ലീ സ്പോട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ലീ സ്പോട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കോണ്ടാക്ട് ആക്ഷൻ ആയിരിക്കും. ഇലകളിൽ കാണുന്നേ ഉള്ളൂ, അത് വിൽറ്റ് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പൊ സി ഓപ്ഷൻ ആണ് ഇതിൽ വാസ്കുലാർ വിൽറ്റ് ഉണ്ടാക്കാത്ത ആള്. ഇതല്ലാതെ ഒരു ബാക്ടീരിയൽ പാത്തജനും കൂടി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, റാൽസ്റ്റോണിയ സൊളനേഷ്യാരം. നമ്മുടെ സൊളനേഷ്യസ് വെജിറ്റബിൾസിലും പൾസസിലെല്ലാം വിൽറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ അതും ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ നമ്മൾ വിൽറ്റ് ഉണ്ടാക്കുന്നു എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോ റാൽസ്റ്റോണിയ സൊളനേഷ്യാരം, ക്ലാവിബാക്ടർ മിഷിഗനൻസിസ്, ഫിസേറിയം ഓക്സിസ്പോറം, വെർട്ടിസീലിയം ഡാലിയെ, ഇവരൊക്കെ എന്താണ്? വിൽറ്റ് കോസിംഗ് പാത്തജൻസ് ആണ്. വാസ്കുലാർ വിൽറ്റ് കോസിംഗ് പാത്തജൻസ് ആണ്. നെക്സ്റ്റ് വൺ, പൗഡറി മിൽഡ്യൂ ഇൻ മൾബറി കോസ്ഡ് ബൈ. മൾബറി ഒരു ഇമ്പോർട്ടന്റ് ക്രോപ്പ് ആണോ ചോദിച്ചാൽ അല്ല. പക്ഷെ നമ്മൾ SRF-ലൊക്കെ സിൽക്ക് ബോർഡിന്റെ എക്സാം കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് അവർ മൾബറിനൊക്കെ കൊടുക്കുന്നു എന്നുള്ളൂ. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോ അത് പഠിക്കാതെ വിടാനും പറ്റില്ലല്ലോ. അപ്പൊ ജസ്റ്റ് എല്ലാ ക്രോപ്പിന്റെയും പൗഡറി മിൽഡ്യൂ ഉണ്ടാക്കുന്ന പാത്തജൻസ്, പിന്നെ ഡൗണി മിൽഡ്യൂ ഉണ്ടാക്കുന്ന പാത്തജൻസ് ഒക്കെ പഠിക്കുക കേട്ടോ. ഇതിലേതാണ് മൾബറിയിൽ പൗഡറി മിൽഡ്യൂ ഉണ്ടാക്കുക? ഫിലാക്ടീനിയ കൊറീലിയ. അപ്പൊ പൗഡറി മിൽഡ്യൂ അസോസിയേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ അത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഹയർ ഫംഗയാണ്, ആസ്കോമൈക്കോട്ട ഗ്രൂപ്പിലാണ് വരുന്നത്. പിന്നെ അതിന്റെ സിംറ്റം എന്തായിരുന്നു? പൗഡറി പാച്ചസ് അല്ലെ. അതൊന്നുമില്ല, സിംറ്റം ഒക്കെ ഈസി ആയിട്ട് കുത്താവുന്നേ ഉള്ളൂ. പൗഡർ ഇട്ട പോലത്തെ പാച്ചസ് കാണാൻ പറ്റും. മെയിൻലി ഏത് സൈഡിലായിരിക്കും? അപ്പർ സർഫസിലാണോ ലോവർ സർഫസിലാണോ? അപ്പർ സർഫസിലായിരിക്കും കൂടുതലും കാണാൻ പറ്റുക. എന്ന ചില ആൾക്കാര് ലെവയിലുള്ള, അപ്പൊ ഇതിലെ തന്നെ ഓപ്ഷനാണ് ഓപ്ഷൻ ഡി, ലെവയിലൊക്കെ ലോവർ സർഫസിലും കാണാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് പൗഡറി മിൽഡ്യൂ ആയിട്ട്. പിന്നെ അതിന്റെ മാനേജ്മെന്റിലേക്ക് വന്ന പൗഡറി മിൽഡ്യൂവിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ് ഓഫ് ഫംജിസൈഡ് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? സൾഫർ ഫംജിസൈഡ് ആണ്. എന്നാൽ ചില ക്രോപ്സ് അല്ലെ, കുക്കുർബിറ്റ്സ് അതേപോലെ റോസസിനൊക്കെ ഫൈറ്റോടോക്സിസിറ്റി ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ സൾഫർ പറയില്ല, പകരം കരാത്തേൻ പറയും. അപ്പൊ ചെറിയ ചെറിയ പോയിന്റ്സ് ഇങ്ങനെ അതിന്റെ കൂടെ ഓർക്കാൻ വേണ്ടിട്ടോ നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഇതൊക്കെ അറിയാലോ അല്ലേ എന്നൊന്ന് ഓർക്കുക. അറിയില്ല എന്നുണ്ടെങ്കിൽ പോവുക, ടെക്സ്റ്റ് നോക്കുക, നിങ്ങളുടെ ക്ലാസ് നോട്ട്സ് നോക്കുക, എന്നിട്ട് അത് ക്ലിയർ ചെയ്യാം കേട്ടോ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ട് അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് പൗഡറി മിൽഡ്യൂവിന് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഇത് ഡ്രൈ സീസണിലാണ് ഉണ്ടാവുക, മഴക്കാലത്ത് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ സൂപ്പർഫിഷ്യൽ ഫംഗസ് ആണ്. ഓക്കെ, ഉള്ളിലേക്ക് അധികം കയറി പോകത്തൊന്നുമില്ല, പുറത്തങ്ങനെ നിൽക്കുകയാണ് കൂടുതലും ചെയ്യുക. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. ബയോട്രോഫ്, അതായത് ഒരു ലിവിങ് ഹോസ്റ്റ് കൂടിയേ തീരൂ ജീവിക്കാൻ, അങ്ങനെയുള്ള കമ്പൽഷൻ ഉള്ള ഒരു പാത്തജൻ ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഉള്ളിലേക്ക് അതിന്റെ ഹോസ്റ്റോറിയ, ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റോറിയ. ഉള്ളിലേക്ക് കടത്തി ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. എന്നാൽ കൂടുതൽ അതിന്റെ ഫംഗൽ പോർഷൻ, മൈസീലിയം പോർഷൻ ഒക്കെ കൂടുതൽ എവിടെയായിരിക്കും ഉണ്ടാവുക? ലീഫിന്റെ അപ്പർ സർഫസിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക. സൂപ്പർഫിഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മഴ പെയ്താലോ ഒരു നല്ലൊരു സ്പ്ലാഷ് അടിച്ചാലോ മൊത്തം ഫംഗസ് ഒലിച്ചു പോകും. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഉണ്ടാവില്ല, ഡ്രൈ സീസൺ ആണ്. ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഇതിന്റെ മാനേജ്മെന്റ്, ഇതിന്റെ കൈൻഡ്, ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഓർക്കുക. അപ്പോ ഇത് മൾബറിന്റെ പറഞ്ഞു. ബാക്കി ഓരോ ക്രോപ്പിന്റെയും മാക്സിമം പഠിക്കാൻ നോക്കുക. കുക്കുർബിറ്റ്സ്, എറിസിഫേസ് ഇക്കോറേഷ്യാര ഉണ്ട്, സ്ഫെറോത്തിക്ക ഫുലിജീനിയ ഉണ്ട്. രണ്ടാൾക്കാർ കുക്കുർബിറ്റ്സിൽ തന്നെ പറയുന്നുണ്ട്.
ഡബിൾ പാത്തജൻ സിറ്റുവേഷൻ ഒക്കെ, 2 പാത്തജൻ ഒരേ ഡിസീസ് ഉണ്ടാക്കുന്നു. അല്ലാതെ നമ്മൾ പൾസസിലൊക്കെ ആണെങ്കിൽ എറിസിഫൈ പോളിഗോണി ആണ്. സീരിയൽസ് അല്ലെങ്കിൽ ഗ്രാസസിലൊക്കെ ആണെങ്കിൽ എറിസിഫൈ ഗ്രാമിനിസ് ആണ്. ഇപ്പൊ അതിന് ബ്ലുമേറിയ ഗ്രാമിനിസ് എന്ന് കണ്ടാലും കുത്തണം കേട്ടോ, അതിന്റെ പേരിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ ആപ്പിളില് പോഡോസ്ഫേറ, റോസസിലാണെങ്കിൽ സ്ഫേറോത്തീക്ക, പന്നോസ, ഗ്രേപ്സിലാണെങ്കിൽ അൺസിനുല, നെക്കാറ്റർ, ചില്ലിയില് ലെവൈലുല, ടോറിക്ക, അങ്ങനെ ഓരോന്നിന്റെ ഇത് പഠിക്കാൻ നോക്കുക. നെക്സ്റ്റ് കുറച്ച് പോസ്റ്റ് ഹാർവസ്റ്റ് ഡിസീസസ് ആണ് ക്രോപ്പിൽ വരാറുള്ളത്, മാച്ച് ചെയ്യാനാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഗ്രീൻ മോൾഡ് റോട്ട്, ബിറ്റർ റോട്ട്, എർഗോട്ട്, ബ്രൗൺ റോട്ട്. ഇതിൽ നിങ്ങൾക്ക് എർഗോട്ട് എന്നുള്ള ഡിസീസ് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും അല്ലെ. നമ്മുടെ ഗ്രെയിൻസിലൊക്കെ വരുന്നൊരു ഡിസീസ് ആണ് എർഗോട്ട്. നേരത്തെ സ്മട്ടൊക്കെ പറഞ്ഞ പോലെ ഒരു ഹാർഡൻഡ് മാസ് ആയിട്ട് മാറും കുറച്ച് ഗ്രെയിൻസ്. കൂടുതലും ഇതേപോലെ എന്താ പറയാ, റൈ, ബാജ്ര പോലുള്ള, സ്വർഗം പോലുള്ള സീരിയൽ ക്രോപ്സിൽ കാണുന്ന ഒരു ഡിസീസ് ആണ്. ഇക്കൂട്ടത്തിൽ അത് പിക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. തേർഡ് ഓപ്ഷൻ എർഗോട്ട്, പേൾ മില്ലറ്റ് ആണ് അല്ലെ. അപ്പൊ 3B വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ബാക്കിയൊക്കെ കൺഫ്യൂസിങ് ആണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നോക്കുക. അപ്പൊ ഗ്രീൻ മോൾഡ് റോട്ട്, പെനിസീലിയം എന്നുള്ള ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു മോൾഡ് റോട്ട് ആണ്. സിട്രസിലെ ഒരു പോസ്റ്റ് ഹാർവസ്റ്റ് ഡിസീസ് ആണ് കേട്ടോ. സെക്കൻഡ് ബിറ്റർ റോട്ട്. ബിറ്റർ റോട്ട് ആപ്പിളിൽ കാണുന്ന ഡിസീസ് ആണ്. എർഗോട്ട് നേരത്തെ പറഞ്ഞു ബാജ്ര, പേൾ മില്ലറ്റിൽ വരുന്നതാണ്. ബ്രൗൺ റോട്ട് പീച്ചിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പോസ്റ്റ് ഹാർവസ്റ്റ് ഡിസീസ് ആണ്, ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ്. ഇതും SRF കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താ, സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ്. ഇതിലൊരു 3 എണ്ണം, ഒരെണ്ണം ഒരു അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി ആണ്. അതിന്റെ എക്സ്പ്ലനേഷനും ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ? അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ഒരു 4 എണ്ണം പറഞ്ഞിട്ടുണ്ടാവും. സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസും സാധാരണഗതിയിൽ 4 എണ്ണം പറയാറുണ്ട്. എന്താണ് ജസ്റ്റ് എന്താണെങ്കിലും അറിഞ്ഞിരിക്കുക, ഷേപ്പ് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ അപ്പോത്തീഷ്യം. അപ്പോത്തീഷ്യം, ക്ലീസ്റ്റോത്തീഷ്യം, പെരിത്തീഷ്യം, ഇവരൊക്കെ എന്താണ്, സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ് അല്ലെ. അപ്പൊ അതിൽ അപ്പോത്തീഷ്യം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കി നോക്കാം. സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ഒന്ന് വേഗം നോക്കാം. 4 ടൈപ്പ് ഉണ്ട് സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ്. ക്ലീസ്റ്റോത്തീഷ്യം, പെരിത്തീഷ്യം, അപ്പോത്തീഷ്യം, ആസ്കോസ്ട്രോമാറ്റ. അല്ല ആദ്യത്തെ 3 ആണ് എപ്പോഴും കേൾക്കാറുള്ളത്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ എന്തായിരുന്നു? ക്ലീസ്റ്റോത്തീഷ്യം. ക്ലീസ്റ്റോത്തീഷ്യം, ക്ലീസ്റ്റോഗമി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ക്ലോസ്ഡ് ആയിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ക്ലീസ്റ്റോ എന്നുള്ള ടേം വരിക. അപ്പൊ ഇതെന്താണ്? ഇതൊരു സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ഈ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ. അപ്പോ ഈ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാ? ആസ്കോമൈക്കോട്ട എന്നുള്ള ഗ്രൂപ്പാണ് സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി കോസ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കുക കേട്ടോ. ആസ്കോമൈക്കോട്ടയിലെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ് സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരുടെ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീനെ കോമൺ ആയിട്ട് എന്ത് വിളിക്കാം? ആസ്കോ കാർപ്പ് എന്ന് വിളിക്കാം. കാർപ്പ് ഫ്രൂട്ട് അല്ലേ. ആസ്കോന്റെ ഫ്രൂട്ട് ആസ്കോ കാർപ്പ്. ഓക്കെ. അത് ഷേപ്പ് അനുസരിച്ച് 4 രീതിയിൽ ഉണ്ടെന്നേ ഉള്ളൂ. ജനറലി നമ്മൾ അവരെന്ത് തന്നെയാ വിളിക്കുക? ആസ്കോ കാർപ്പ് തന്നെയാ വിളിക്കുക. അപ്പൊ ക്ലീസ്റ്റോത്തീഷ്യ ആണെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കും, ഒരു ഫുട്ബോൾ പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് സാധാരണ പൗഡറി മിൽഡ്യൂ ഫംഗസും യൂറോഷ്യം ഒക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി പെരിത്തീഷ്യം വന്നാലോ? പെരിത്തീഷ്യം എന്ന് പറയുമ്പോൾ അതും ഒരു ആസ്കോ കാർപ്പ് തന്നെയാണ്. പക്ഷെ ഫുട്ബോൾ പോലെയൊന്നുമല്ല, അതൊരു പൂജ പോലെ ഒരു ഫ്ലാസ്ക് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. രണ്ടാമത്തെ ഫിഗർ നോക്കുക. ഒരു ഫ്ലാസ്ക് ഷേപ്പ് ആയിരിക്കും, അതിന്റെ ഉള്ളിലായിരിക്കും ഇതിന്റെ ആസ്കസ് ഒക്കെ ഉള്ളത്. ഇതിനെന്തായാലും ഒരു ഓപ്പണിംഗ് ഉണ്ടാവും അല്ലെ. മറ്റത് ഫുട്ബോൾ പോലെയാ, അതിന്റെ ഉള്ളത്തെ സാധനം പുറത്തേക്ക് വരണമെങ്കിൽ ഫുട്ബോൾ പൊട്ടണം. ഓക്കെ. ഇതിന്റെ ഔട്ടർ വോൾ ആയിട്ടുള്ള പെരീഡിയം പൊട്ടിയാലേ ഉള്ളിലെ ആസ്കസ് പുറത്തേക്ക് വരുള്ളൂ. പക്ഷെ ഇതിന് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന്റെ സ്പോർ റിലീസ് ചെയ്യാൻ ഇതിന് സ്വന്തമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയോൾ. ഓക്കെ. ഇത് സാധാരണ ക്ലാവിസെപ്സ്, എർഗോട്ടൊക്കെ ഉണ്ടാക്കുന്ന ക്ലാവിസെപ്സ്, കോഡിസെപ്സ് പോലുള്ള ഫംഗസ് ആണ് പെരിത്തീഷ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തതാണ് അപ്പോത്തീഷ്യം. അപ്പോത്തീഷ്യം എന്ന് പറഞ്ഞ ഒരു തുറന്ന പുസ്തകമാണ് അല്ലെ. ഇതിന് ഓപ്പണിങ്ങിന്റെ ആവശ്യമില്ല, അടഞ്ഞിട്ടുമല്ല. ഇതിങ്ങനെ ഒരു കപ്പ് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്പ്, ഓപ്പൺ ആയിട്ടുള്ള ഒരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ടിംഗ് ബോഡിയാണ് അപ്പോത്തീഷ്യം. ഓക്കെ. പെസീസ, ട്യൂബർ പറയുന്ന ഫംഗസ് ഒക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ചില ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ആസ്കോസ്ട്രോമ എന്ന് പറയുന്നത്. അതായത് ആസ്കസ് സ്ട്രോമയിലായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ആ പേരിന് തന്നെ അർത്ഥം, ആസ്കോസ്ട്രോമ. അതായത് പ്രത്യേകിച്ച് ഒരു ഷേപ്പിൽ അവർ ഉണ്ടാക്കാതെ
സ്ട്രോമ പ്രൊഡ്യൂസ് ചെയ്യും. എന്താ സ്ട്രോമ? മൈസീൽ ഇങ്ങനെ ഒന്നൊന്നിന്റെ മുകളിൽ അട്ടിക്കായിട്ട് ഒരു ബെഡ് പോലെ അല്ലെങ്കിൽ ഒരു കുഷ്യൻ പോലുള്ള സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ഈ സ്ട്രോമേന്റെ അകത്ത് അവർ ആസ്കസ് ഉണ്ടാക്കും. അതിനാണ് ആസ്കോസ്ട്രോമ എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ഉണ്ട്, എൽസീനോ, വെഞ്ചൂറിയ ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്. ഇത് മൂന്നാണ് സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ്. ക്ലീസ്റ്റോ, ക്ലോസ്ഡ്, പെരിത്തീഷ്യം, ഫ്ലാസ്ക് പോലെ ഒരു കുഞ്ഞു ഓപ്പണിംഗ്. ഫ്ലാസ്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ഒരു വട്ടം വേണം അല്ലെ, ഒരു വായ്വട്ടം വേണം. അതാണ് നമ്മുടെ ഓസ്റ്റിയോൾ. പിന്നെ അപ്പോതീഷ്യം എന്ന് പറഞ്ഞ ഒരു കപ്പ് പോലെ ആലോചിച്ചാൽ മതി, ഓപ്പൺ ആയിട്ട് കിടക്കുക. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഓപ്പണിംഗിന്റെ ആവശ്യമൊന്നുമില്ല. ആസ്കോസ്ട്രോമ എന്ന് പറഞ്ഞാൽ സ്ട്രോമേന്റെ അകത്ത് അവർ ആസ്കസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അതന്നെ അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി ആണെങ്കിലോ പാസ് ആലോചിക്കുക കേട്ടോ. പിക്നീഡിയ, അസർവുലൈ, സ്പോറോഡോക്കിയം, സിനമേറ്റ. പിക്നീഡിയ എന്ന് പറയുന്നത് ഇതും ഫ്ലാസ്ക് ഷേപ്പ് തന്നെയാ. അവിടെ പെരിത്തീഷ്യ ഫ്ലാസ്ക് അല്ലേ, അപ്പൊ ഇവിടെ പിക്നീഡിയോ ഫ്ലാസ്ക്, പി പി കേട്ടോ, രണ്ട് ഫ്ലാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ഉണ്ടാവും ഓസ്റ്റിയോൾ. എക്സാമ്പിൾ ഓർക്കുക, ഫോമോപ്സിസ്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അസർവുലൈ, അവിടെ അപ്പോതീഷ്യം ഓപ്പൺ കപ്പ് ഷേപ്ഡ് ആയിരുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ അസർവുലയും ഓപ്പൺ ആയിരിക്കും. ഒരു ഡിസ്ക് അല്ലെങ്കിൽ സോസർ ഷേപ്പിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതായിരിക്കും. സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡിയിൽ എന്താ കാണുക? അവിടെ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡിയിൽ ആസ്കസ് ആണെങ്കിൽ ഇവിടെ കൊനീഡി ആയിരിക്കും കാണുക കേട്ടോ. ഇനി സിന്നമ്മ എന്നൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു ചൂല് ആലോചിച്ചാൽ മതി. കുറെ കൊനീഡിയോ ഫോർ ബേസ് ഇങ്ങനെ ചൂലിനെ കെട്ടിക്കൊടുക്കുന്ന പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ടാവും. ഓപ്പണിംഗ് അതിന്റെ മോൾത്ത് ഭാഗമൊക്കെ ഫ്രീ ആയിരിക്കും. ഓക്കെ, കൊനീഡിയോ ഫോർ ഇങ്ങനെ അടുക്കി വെച്ച പോലെ. സ്പോറോഡോക്കി എന്ന് പറയുന്നത് ഒരു പിൻ കുഷ്യൻ, നമുക്കറിയാം മൊട്ടുസൂചിയൊക്കെ വെക്കുന്ന ഒരു പിൻ കുഷ്യൻ അല്ലേ, ആ ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും മൈസീലിയ. അതിന്റെ മുകളിലായിട്ടായിരിക്കും കൊനീഡിയോ ഫോർ ഉണ്ടാവുക. അതാണ് സ്പോറോഡോക്കിയം. എല്ലാത്തിന്റെ എക്സാമ്പിൾസും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോ 4 അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ട്. പിക്നീഡിയ ഫ്ലാസ്ക് പോലെ, അസർവുലൈ ഓപ്പൺ കപ്പ്, ഡിസ്ക്, സോസർ എന്നൊക്കെ പോലെ, സിന്നമ്മ ഒരു ചൂല് പോലെ, സ്പോറോഡോക്കിയം പിൻ കുഷ്യൻ പോലെ. അപ്പൊ 4ന്റെ ഷേപ്പ് ഓർത്ത് വെക്കുക. 4ന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതിലൊക്കെ കാണുന്ന സ്ട്രക്ചർ എന്തായിരിക്കും? കൊനീഡിയോ ഫോർ ആയിരിക്കും, അതും ഓർത്ത് വെക്കണം. കൊനീഡിയോ ഫോറിന് മുകളിലായിട്ടായിരിക്കും ഇവര് അസെക്ഷൽ സ്പോർ ആയിട്ടുള്ള കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡിയിൽ സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി ക്ലീസ്റ്റോ, ക്ലോസ്ഡ്, പെരിത്തീഷ്യം, അഗെയിൻ ഫ്ലാസ്ക് ഷേപ്ഡ്, അപ്പോതീഷ്യം, ആസ്കോസ്ട്രോം. ഇത്ര അറിഞ്ഞ ഈ ഓപ്ഷൻ വളരെ ഈസി ആയിട്ട് എടുക്കാം. അപ്പോതീഷ്യം എന്തായിരുന്നു? ഓപ്പൺ ആയിട്ടുള്ള ആസ്കോകാർപ്പ്, ഡി ഓപ്ഷൻ. ക്ലീസ്റ്റോതീഷ്യം ക്ലോസ്ഡ് ആയിട്ടുള്ള ആസ്കോകാർപ്പ്, സി. സിന്നമ്മ ചൂല് പോലെ എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ മെനി കൊനീഡിയോഫോസ് സിമെന്റഡ് ടുഗദർ, അങ്ങനെ കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടാവും ബേസിൽ, അതാണ് സിമെന്റഡ് ടുഗദർ. 4th വൺ പെരിത്തീഷ്യം എന്ന് പറയുന്നത് ഒരു ആസ്കോകാർപ്പ് തന്നെയാണ്. അതിന്റെ മുകളിൽ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഹോൾ ഉണ്ടായിരിക്കും. അത് 4 സെക്ഷലും അസെക്ഷലും ആയിട്ടുള്ള 4 ഫ്രൂട്ടിംഗ് ബോഡി പഠിക്കുക, എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. എന്നാൽ മാത്രം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. SRF വന്നൊരു ക്വസ്റ്റ്യൻ ആട്ടോ. Choose the correct option. First statement, Candidatus phytoplasma is a wall-less prokaryote. Second one, it is sensitive to antibiotics like tetracycline, penicillin, etc. എന്താണ് കാൻഡിഡേറ്റസ് ഫൈറ്റോപ്ലാസ്മ? നമ്മുടെ ഫൈറ്റോപ്ലാസ്മ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ കാൻഡിഡേറ്റസ് ഫൈറ്റോപ്ലാസ്മ എന്ന് വിളിക്കുന്നത്. ഫൈറ്റോപ്ലാസ്മ ആയിക്കോട്ടെ, സ്പൈറോപ്ലാസ്മ ആയിക്കോട്ടെ, എന്താ പ്രത്യേകത? രണ്ടുപേരും പ്രൊക്കാരിയോട്ട് ആണ് അല്ലെ. നമ്മുടെ ബാക്ടീരിയനെ പോലെ പ്രൊക്കാരിയോട്ട് ആണ്, ട്രൂ ന്യൂക്ലിയസ് ഒന്നുമില്ല. എന്നാ ബാക്ടീരിയയിൽ നിന്ന് ഇവർക്കുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ബാക്ടീരിയനെ പോലെ ഒരു സെൽ വോൾ ഇല്ല അല്ലെ. ഫൈറ്റോപ്ലാസ്മയിലും സ്പൈറോപ്ലാസ്മയിലും സെൽ വോൾ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവര് വോൾലെസ് പ്രൊക്കാരിയോട്ട് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നോക്കി നോക്കൂ. ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ആന്റിബയോട്ടിക്സ് ലൈക്ക് ടെട്രാസൈക്ലിൻ, പെനിസിലിൻ എക്സെട്ര. ആദ്യത്തെ പോർഷൻ വരെ ഉള്ളൂ. ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ആന്റിബയോട്ടിക് ലൈക്ക് ടെട്രാസൈക്ലിൻ വരെ ഉള്ളൂ എങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നു. കാരണം ടെട്രാസൈക്ലിൻ എന്നുള്ള ആന്റിബയോട്ടിക് വർക്ക് ചെയ്യുന്നത് സെൽ വോളിലല്ല, പകരം അതിന്റെ ഉള്ളിലെയാണ്. ഓക്കെ, പ്രോട്ടീനിലാണ്, പ്രോട്ടീൻ സിന്തസിസിലാണ് അത് കയറി ഇൻഹിബിറ്റ് ചെയ്യുന്നത് ബാക്ടീരിയന്റെ. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു കോമ ഇട്ടിട്ട് പെനിസിലിനും കൂടി ആഡ് ചെയ്തപ്പോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി. എന്താ പ്രശ്നം? പെനിസിലിൻ എന്നുള്ള ആന്റിബയോട്ടിക് എവിടെ ആക്ട് ചെയ്യുന്നത്? സെൽ വോൾ സിന്തസിസിലാണ് ആക്ട് ചെയ്യുന്നത്. സെൽ വോൾ ഇല്ലാത്ത ഒരാൾക്കാർക്ക് സെൽ വോൾ സിന്തസിസിൽ ആക്ട് ചെയ്തുകൊണ്ട് വലിയ ചേഞ്ചസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോ അത് പെനിസിലിനോട് സെൻസിറ്റിവിറ്റി കാണിക്കുന്നില്ല. അതോടെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. അത് എന്തുകൊണ്ടാന്ന് ഓർക്കുക കേട്ടോ. ടെട്രാസൈക്ലിൻ എന്നുള്ള ആന്റിബയോട്ടിക്കും പെനിസിലിൻ എന്നുള്ള ആന്റിബയോട്ടിക്കും ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് തന്നെ കൊടുക്കുന്ന തന്നെയാണ്.
പക്ഷെ രണ്ടിനും മോഡ് ഓഫ് ആക്ഷനിലാണ് വ്യത്യാസം. ടെട്രാസൈക്ലിൻ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ പെനിസിലിൻ സെൽ വോൾ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെൽ വോൾ ഇല്ലാത്ത ആൾക്കാർക്ക് പെനിസിലിൻ കൊടുത്തുകൊണ്ട് ഒരു കാര്യവും ഇല്ല. നെക്സ്റ്റ് വൺ ടോക്സിൻസ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നോൺ സെലക്റ്റീവ് ടോക്സിൻസ് റിലീസ് ബൈ സ്യൂഡോമോണാസ്. ഓക്കെ, അപ്പോ എന്തൊക്കെ ഓർക്കണം? സ്യൂഡോമോണാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് തന്നെ ആയിരിക്കണം. ആ ടോക്സിൻസ് നോൺ സെലക്റ്റീവും ആയിരിക്കണം. ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിന് സ്പെസിഫിക് ആയിരിക്കരുത്. റേഞ്ച് ഓഫ് ഹോസ്റ്റിന് എഫക്റ്റീവ് ആയിരിക്കുന്ന ആളായിരിക്കണം. അപ്പൊ സിറിംഗോമൈസിൻ, ഫെസിയോളോടോക്സിൻ, അമൈലോവോറിൻ, മാർട്ടിസിൻ 4 ടോക്സിൻ തന്നിട്ടുണ്ട്. ഈ 4 ടോക്സിൻസും സ്പെസിഫിക് ടോക്സിൻസ് അല്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് കറക്റ്റ് ആണ്. പക്ഷെ എന്താ പ്രശ്നം? 4 സ്യൂഡോമോണാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അല്ല. അതിൽ ആദ്യത്തെ 2 മാത്രമേ സ്യൂഡോമോണാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, സിറിംഗോമൈസിനും ഫെസിയോളോടോക്സിനും. ബാക്കി ഇപ്പൊ മൂന്നാമത്തെ അമൈലോവോറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എർവീനിയ അമൈലോവോറ എന്നുള്ള ബാക്ടീരിയ ആണ്. അതേപോലെ മാർട്ടിസിൻ എന്നുള്ള ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്യൂസേറിയ എന്നുള്ള ഫംഗസ് ആണ്. ആദ്യത്തെ 2 ഒക്കെയാണ് സ്യൂഡോമോണാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടോക്സിൻസ് പഠിക്കുമ്പോൾ അവർ സെലക്റ്റീവ് ആണോ നോൺ സെലക്റ്റീവ് ആണോ എന്ന് ആദ്യം പഠിക്കണം. പിന്നെ അത് ഏത് ഹോസ്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഹോസ്റ്റ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ, അത് സെലക്റ്റീവ് ആണോ നോൺ സെലക്റ്റീവ് ആണോ, ഇത്ര കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അന്ന് ഞാൻ ആ ടാബുലർ ഫോം ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വേറൊരു സെയിം മോഡൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 ടോക്സിൻസ് കൊടുത്തിട്ടുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോസ്റ്റിനെയും കൊടുത്തിട്ടുണ്ട്. മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ വിക്ടോറിയ. വിക്ടോറിയ ടോക്സിൻ ഹൈലി സെലക്റ്റീവ് ആയിട്ടുള്ള ഹോസ്റ്റ് സ്പെസിഫിക് ടോക്സിൻ ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെൽമിന്തോസ്പോറിയം വിക്ടോറിയെ എന്നുള്ളൊരു പാത്തജൻ ആണ്. അപ്പോ 1C ആണ് വരിക. സെക്കൻഡ് വൺ ഫ്യൂമാരിക് ആസിഡ്, അത് റൈസോപ്പസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സൈഗോമൈക്കോട്ടയിലൊക്കെ വരുന്ന റൈസോപ്പസ്, ബ്രെഡ് മോൾഡ് ഒക്കെ ഉണ്ടാക്കുന്ന റൈസോപ്പസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ആണ് ഫ്യൂമാരിക് ആസിഡ്. തേർഡ് വൺ ഓക്സാലിക് ആസിഡ്, സ്ക്ലീറോട്ടീനിയ എന്നുള്ള ഫംഗസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. AK ടോക്സിൻ ഓൾട്ടർനേറിയ കിക്കുച്ചിയാന എന്നുള്ളൊരു പാത്തജൻ ആണ്. ഈ ഒരു ഓപ്ഷൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസും ഇത് ഇതേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ PSCയിലും കണ്ടിട്ടുണ്ട്, SRFലും കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ടോക്സിൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബുലർ ഫോം കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. സെലക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻസ് ഏതൊക്കെയാ? നേരത്തെ പറഞ്ഞ വിക്ടോറിയ അല്ലെങ്കിൽ വിക്ടോറിയൻ ടോക്സിൻ, T ടോക്സിൻ, HC, HS, AK, PC, PM, ഇതൊക്കെ സെലക്റ്റീവ് ടോക്സിൻ ആണ്. സെലക്റ്റീവ് ടോക്സിൻസ് ആണോ എന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അത് ഏത് പാത്തജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും കൂടി പഠിച്ചിരിക്കണം. ഓക്കെ, അതേപോലെ നോൺ സെലക്റ്റീവ് ടോക്സിൻസിന് എക്സാമ്പിൾ ആണ് ഫ്യൂമാരിക് ആസിഡ്, ടെൻ ടോക്സിൻ, ടാപ് ടോക്സിൻ, ഫെസിയോളോടോക്സിൻ, ഒഫിയോബോളിൻ, സർക്കോസ്പോറിൻ, ഓക്സാലിക് ആസിഡ്, സിറിംഗോമൈസിൻ, മാർട്ടിസിൻ. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന മിക്ക ടോക്സിൻസും ഒന്നെങ്കിൽ PSCയിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ SRFലും കണ്ടിട്ടുണ്ട്. അല്ല ഇതിലൊന്നും ഇല്ലാത്ത ടോക്സിൻസ് ഒന്നും അതിലൊന്നും ഓപ്ഷൻസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ടാബുലർ ഫോം നോക്കിയിട്ട് ടോക്സിൻസും പാത്തജൻസും അത് സെലക്റ്റീവ് ആണോ നോൺ സെലക്റ്റീവ് ആണോ എന്നെങ്കിലും പഠിക്കുക, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കേട്ടോ. നെക്സ്റ്റ് ഒരു വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. സെൽ വോൾ കോമ്പോസിഷൻ ഓഫ് ഓമൈസീറ്റസ് ഫംഗസ്. ഫംഗസ് ഇൻ ജനറൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടൈറ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള സെൽ വോൾ ആണ്. അതിൽ ചെറിയ കുട്ടികൾക്ക്, അതായത് നമ്മളൊരു UG ലെവലിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എന്താ, അതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഓമൈക്കോട്ട ഗ്രൂപ്പിന്റെ സെൽ വോൾ സെല്ലുലോസിക് ആണ്. ഓക്കെ, അപ്പൊ അത് വളരെ ഈസിയാണ് അത് ഇതൊക്കെ. നെക്സ്റ്റ് വൺ നോൺ എഡിബിൾ ഓയിസ്റ്റർ മഷ്റൂം. നോൺ എഡിബിൾ മഷ്റൂം എന്നല്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ PSCയിൽ വന്നിട്ടുണ്ടായിരുന്നു. അമാനിറ്റ ഗ്രൂപ്പ് ഒക്കെ പോയിസണസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടിട്ടായിരുന്നു. പക്ഷെ ഇത് 4 ഓയിസ്റ്റർ മഷ്റൂം തന്നെയാണ്. പ്ലൂറോട്ടസ് ഗ്രൂപ്പിലുള്ളതാണ്. കേരളത്തിൽ നമ്മൾ അധികം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. പക്ഷെ ഇക്കൂട്ടത്തിൽ ഒന്ന് എഡിബിൾ അല്ല. അപ്പൊ അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്ലൂറോട്ടസ് ഓസ്ട്രേറ്റസ്, സെക്കൻഡ് വൺ പ്ലൂറോട്ടസ് സാൽമോണിയ, തേർഡ് വൺ പ്ലൂറോട്ടസ് സിട്രീനോപിലിയേറ്റസ്, ലാസ്റ്റ് വൺ പ്ലൂറോട്ടസ് ഒലിയാരിസ്. അപ്പൊ നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ലാസ്റ്റ് വൺ പ്ലൂറോട്ടസ് ഒലിയാരിസ് ആണ് കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത ഓയിസ്റ്റർ മഷ്റൂം. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യണം കേട്ടോ. കാരണം നമുക്കൊരു തെറ്റിദ്ധാരണയാണ് ഓയിസ്റ്റർ മഷ്റൂം നമുക്ക് കഴിക്കാൻ പറ്റും, എല്ലാ സ്പീഷീസും കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് പ്ലൂറോട്ടസ് ഒലിയാരിസ്. ഓർത്തേക്ക്.
അല്ലാതെ ഹൈലി പോയിസണസ് എന്നൊക്കെ പറയുമ്പോൾ മാനിറ്റ ഗ്രൂപ്പ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാത്തജൻ ദാറ്റ് ഇൻസേർട്സ് ഫോഴ്സ് ഫോർ ഡയറക്റ്റ് പെനെട്രേഷൻ. ഒരു ഹോസ്റ്റിനെ ആക്രമിക്കണമെങ്കിൽ അതിനുള്ളിലേക്ക് പെനെട്രേറ്റ് ചെയ്യണം അല്ലെ. അത് ഓരോ പാത്തജൻ ഗ്രൂപ്പിനും ഓരോ മോഡ് ഓഫ് എൻട്രി ആണ് ഉള്ളത്. ചില ആൾക്കാർക്ക് സ്വന്തം എനർജി മതി, കുത്തിക്കേറി പൊക്കോളും. ചില ആൾക്കാർ എന്തായിരിക്കും ടോക്സിനോ എൻസൈംസോ ഒക്കെ റിലീസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറും. ചില ആൾക്കാർക്ക് എന്താ ഡയറക്റ്റ് പെനെട്രേഷൻ പോസിബിൾ അല്ല. ഓൾറെഡി ഉള്ള ഓപ്പണിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ ആ ഇഞ്ചുറിന്റെ ഉള്ളിൽ കൂടെ കയറുള്ളൂ. ചില ആൾക്കാർക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, ഒരു വെക്ടർ അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം അല്ലെ. അങ്ങനെ പല രീതിയിലാണ് ഒരു പാത്തജൻ ഒരു ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ ഡയറക്റ്റ് പെനെട്രേറ്റ് ചെയ്യുന്ന, സ്വന്തം ഫോഴ്സ് ഉപയോഗിച്ച് പെനെട്രേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ ഓപ്ഷൻ നോക്കിയാൽ ഫസ്റ്റ് വൺ ബാക്ടീരിയ. ബാക്ടീരിയന്റെ പ്രത്യേകത എന്താ? അവരൊരിക്കലും ഡയറക്ട്ലി കയറില്ല. ഇൻഡയറക്ട് ട്രാൻസ്മിഷൻ ആണ് ബാക്ടീരിയന്റെ ഒരു പ്രത്യേകത. അവർക്ക് ഒന്നെങ്കിൽ നാച്ചുറൽ ഓപ്പണിങ്സ് വേണം, നമ്മുടെ സ്റ്റൊമാറ്റ, ടൈലോസസ് അല്ലെങ്കിൽ നമ്മുടെ ലെന്റിസെൽസ് അല്ലെ, അങ്ങനെയൊക്കെ പറയുന്ന നാച്ചുറൽ ഓപ്പണിങ്സിലുള്ള കൂടെ അത് കയറും. ഹൈഡ തോട്ട്സ്, ഇപ്പൊ റൈസിന്റെ ഒക്കെ കേസ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. റൈസിലെ ബാക്ടീരിയൽ ബ്ലൈറ്റ്, സാന്തോമോണസ് ഒറൈസെ, പാത്തോവർ ഒറൈസെ അല്ലെ, സൂ എന്നൊക്കെ എഴുതുന്ന. അപ്പൊ ഈ പാത്തജൻ എന്താ ഹൈഡ തോട്ട്സ് വഴിയാണ് ഉള്ളിലേക്ക് കയറുന്നത്. അതിന്റെ എന്താ പറയാ റൈസിന്റെ ലീഫിന്റെ മാർജിൻസിലൂടെ, കാരണം ആ ഒരു ഏരിയയിലാണ് ഹൈഡ തോട്ട് കോൺസെൻട്രേഷൻ കൂടുതൽ. അതിന്റെ ഉള്ളിൽ കൂടി ആയിരിക്കും എൻട്രി പോസിബിൾ ആവുക. അപ്പൊ അങ്ങനെ ഒന്നെങ്കിൽ ഒരു നാച്ചുറൽ ഓപ്പണിംഗ് വേണം. പിന്നെ അവിടെ തന്നെ നമ്മൾ പറയുന്ന ഒരു രസകരമായുള്ള ഒരു മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. സാധാരണ നമ്മുടെ എന്താ പറയാ ഈ റൈസിന്റെ കേസിൽ സ്റ്റെംബോററിന്റെ എഗ്മാസ് ലീഫിന്റെ ടിപ്പിൽ കാണും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുന്നതിന് മുന്നേ ആ ഇലേന്റെ ആ ഒരു ടിപ്പ് പോർഷൻ ഒന്ന് നുള്ളി കൊടുക്കും. ഇപ്പൊ ഈ ബാക്ടീരിയൽ ബ്ലൈറ്റ് കൂടുതലുള്ള ഏരിയസിൽ അത് ചെയ്യരുത് എന്ന് നമ്മൾ പറയും. കാരണം എന്താ, നമ്മൾ പർപ്പസ്ഫുള്ളി അവിടെ ഒരു ഇഞ്ചുറി ക്രിയേറ്റ് ചെയ്യാണ്. അത് മാർജിൻസില ടിപ്പില്. അതിനുള്ളിൽ കൂടി ഈസി ആയിട്ട് ബാക്ടീരിയക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും അല്ലെ. അപ്പോ ബാക്ടീരിയ എങ്ങനെയൊക്കെ കയറും? ഒന്നെങ്കിൽ ഒരു നാച്ചുറൽ ഓപ്പണിംഗ് വേണം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഇഞ്ചുറി ഉണ്ടായിരിക്കണം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് കൊടുത്തിട്ടൊന്നും ബാക്ടീരിയക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ വരുന്ന എല്ലാ ഓപ്ഷൻസ് നമുക്ക് കളയാം. അങ്ങനെയാണെങ്കിൽ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സെക്കൻഡ് വൺ ഫംഗസ്. ഫംഗസ് പല രീതിയിൽ പെനെട്രേറ്റ് ചെയ്യും. ചില ആൾക്കാർ നമ്മുടെ സ്പോർ, ഫംഗസിന്റെ വിത്തായിട്ടുള്ള സ്പോർ ജെർമിനേറ്റ് ചെയ്ത് അതിന്റെ തലപ്പത്ത് നമ്മുടെ അപ്രസോറി ഒക്കെ ഫോം ചെയ്ത് ഉള്ളിലേക്ക് ഒരു പെനെട്രേഷൻ പെഗ് അല്ലെ, അത് സ്വന്തമായിട്ട് ഫോഴ്സ് കൊടുത്ത് ഉള്ളിലേക്ക് പെനെട്രേറ്റ് ചെയ്യുന്ന ഫംഗസിനെ നമുക്കറിയാം. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് പോലെ വലിയ ഹോസ്റ്റിന് അങ്ങനെ കാര്യമായ ഡാമേജസ് ഒന്നും കൊടുക്കാതെ വളരെ ഈസി ആയിട്ട് വളരെ ന്യൂട്രിയൻസ് അടിച്ചു മാറ്റുന്ന ഗ്രൂപ്പാണ് ആ ഒരു രീതിയിൽ പോകുന്നത്. പക്ഷെ ചില ഫംഗസ് ഉണ്ട് ഇങ്ങനെയൊന്നും ക്ഷമയില്ലാത്ത കുറെ ആൾക്കാര്. നെക്രോട്രോഫിക് ആയിട്ടുള്ള ചില ഫംഗസുകൾ ഇങ്ങനെയൊന്നും അല്ല. അവർ ഡയറക്ട്ലി എന്ത് ചെയ്യും, ആ ഹോസ്റ്റിനാണ് കൊന്ന് കുറെ എൻസൈംസും ടോക്സിൻസും ഒക്കെ റിലീസ് ചെയ്ത് ആ ഒരു ഡൈജസ്റ്റീവ് ആയിട്ടുള്ളതിനെ അബ്സോർബ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനത്തെ ഒരു പാറ്റേൺ ഫംഗസിനുണ്ട്. ഡയറക്ട്ലി ഫോഴ്സ് ചെയ്ത് ഉള്ളിലേക്ക് കയറുന്ന പാറ്റേൺ ഉണ്ട്. അപ്പൊ ഫംഗസ് എന്തായാലും ഓക്കെ ആൻസർ ആണ്. തേർഡ് വൺ വൈറസ്. വൈറസിനെ പറ്റി നമുക്ക് അറിയാം അല്ലെ. അതിന് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ ചോദിച്ചാൽ ഡയറക്ട്ലി പെനെട്രേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. ഒന്നെങ്കിൽ സാപ്പ് വഴി ഒരു ഇഞ്ചുറി ഒക്കെ വന്ന അതിനുള്ളിൽ കൂടെ അതിന്റെ സാപ്പ് ലൂടെ വേണമെങ്കിൽ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മിക്ക കേസസിൽ എന്താണ്, ഒരു വെക്ടർ ആയിട്ട് തന്നെ ആള് വേണം. അത് ഇൻസെക്ട് ആവാം, നെമറ്റോഡ് ആവാം, അല്ലെങ്കിൽ ഫംഗസ് ആവാം, ആര് വേണമെങ്കിലും ആവാം. പക്ഷെ അതിനൊരു വെക്ടർ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. അപ്പൊ വൈറസ് ഒരിക്കലും ആൻസർ അല്ല. നെമറ്റോഡ് ഒരു ആൻസർ ആണ്. നെമറ്റോഡിന് ഒരു സ്റ്റൈലറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ, അത് കുത്തി കുത്തിയിട്ട് തന്നെയാണ് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ആൻസേഴ്സ് ഫംഗസും നെമറ്റോഡും ഫോഴ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് ഡയറക്ട്ലി പെനെട്രേറ്റ് ചെയ്തോളൂ. ബാക്ടീരിയയും വൈറസിനൊന്നും ആ കഴിവില്ല. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാത്തജൻ ഇസ് നോട്ട് സീഡ് ബോൺ? അപ്പോ വിത്ത് വഴി പകരാത്ത രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന വൈറൽ ഡിസീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ സീഡ് ബോൺ ആയിരിക്കും മിക്ക കേസസിലും. ഇപ്പൊ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്ന് സീഡ്സ് കൊണ്ടുവന്ന തൊട്ടടുത്ത ജനറേഷനിലും വൈറസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതിലൊരു പൊട്ടാറ്റോ ലീഫ് റോൾ വൈറസ് കാണുന്നുണ്ട്. അപ്പൊ അതായിരിക്കില്ല ആൻസർ. പിന്നെ പാഡിന്റെ കേസിൽ ബാക്ടീരിയൽ ബ്ലൈറ്റ് സീഡ് ബോൺ ആണ്.
അതേപോലെ ഇന്റേർണലി സീഡ് ബോൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് വീറ്റിൽ ഉണ്ടാകുന്ന ലൂസ് മഡ് ഡിസീസ്. ഉസ്ലാഗോ ന്യൂഡാട്രിറ്റിസ് ഉണ്ടാക്കുന്ന ലൂസ് മഡ് ഇൻ വീറ്റും എന്താണ് ഇന്റേർണലി സീഡ് ബോൺ ആണ്. അപ്പൊ എ ബി സി മൂന്നും സീഡ് ബോൺ ഡിസീസ് ആണ്. ലാസ്റ്റ് ഓപ്ഷൻ കോട്ടണിലെ റൂട്ട് റോട്ട്, അത് എന്താവണമെന്നില്ല, സീഡ് ബോൺ ആവണമെന്നില്ല, അത് സോയിൽ ബോൺ ആയിരിക്കും. സാധാരണ റൂട്ട് റോട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മേ ബി സ്ക്ലീറോഷ്യ ഉണ്ടാക്കുന്ന റൂട്ട് റോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മാക്രോഫോമിന ചാർക്കോൾ റോട്ട് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ പലതും ആയിരിക്കാം. പക്ഷെ എന്തൊക്കെയായാലും അത് സീഡ് വഴിയായിരിക്കില്ല, സോയിൽ വഴിയായിരിക്കും പകരുന്നത്. ആൻസർ എന്താണ്? ഡി ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ സീഡ് ബോൺ ആണോ സോയിൽ ബോൺ ആണോ വെക്ടർ ബോൺ, ഓൾമോസ്റ്റ് എല്ലാ വൈറൽ ഡിസീസസും ഫൈറ്റോപ്ലാസ്മ ഡിസീസസ് ഒക്കെ എന്തായിരിക്കും? വെക്ടർ ബോൺ ആയിരിക്കും. പിന്നെ നമ്മുടെ കുറെയൊക്കെ ബാക്ടീരിയൽ ഡിസീസസ് ഒക്കെ സീഡ് ബോൺ ആയിരിക്കും. ഇതേപോലെ ലൂസ് മട്ട് ഓഫ് വീറ്റ് പോലുള്ള ചില ഡിസീസസ് സീഡ് ബോൺ ആയിരിക്കും. പിന്നെ എയർബോൺ എന്ന് പറയും, അത് ലീഫ് സ്പോട്ട് ഡിസീസസ് ആണ്. ഓക്കെ, നമ്മുടെ സെർക്കോസ്പോറ, ഓൾട്ടർനേറിയ പോലുള്ള ലീഫ് സ്പോട്ട് ഡിസീസസ്, അല്ലെങ്കിൽ ഡൗണി മിൽഡ്യൂ, പൗഡറി മിൽഡ്യൂ, അവർക്ക് കൂടുതൽ എങ്ങനെയായിരിക്കും സ്പ്രെഡ് ചെയ്യാൻ ചാൻസ്? എയറിലൂടെ അവർ സ്പോറിനെ പടർത്തും അല്ലെ. അപ്പൊ അവരൊക്കെ എന്തായിരിക്കും? ഫോളിയർ ഡിസീസസ്, നമ്മുടെ ലീഫിലൊക്കെ കാണുന്ന സ്പോട്ടോ മിൽഡിയോ ഒക്കെ പോലുള്ള ഡിസീസസ് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും? എയർ വഴിയായിരിക്കും പകരാൻ ചാൻസ്. സോയിൽ വഴി പകരുന്ന ആൾക്കാരാണ് നമ്മുടെ ഫ്യൂസേറിയ ഉണ്ടാക്കുന്നത്, വെർട്ടിസീലിയം അല്ലെങ്കിൽ മാക്രോഫോമിന അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന റാൽസ്റ്റോണിയ എന്നുള്ള ബാക്ടീരിയ, അതൊക്കെ ഏത് പോർഷനായിരിക്കും ഇൻഫെക്ട് ചെയ്യാം? റൂട്ടിനെ ആയിരിക്കും, അല്ലെങ്കിൽ റൂട്ടിനോട് ചേർന്നിട്ടുള്ള സ്റ്റെം പോർഷൻ കോളാർ ഭാഗത്തായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ സോയിൽ ബോൺ ആയിരിക്കും കേട്ടോ. അപ്പൊ ഓരോ ഡിസീസിന്റെയും പ്രകൃതം ആലോചിക്കുക, അതിനനുസരിച്ച് വേണം നമ്മൾ ഏതാന്ന് സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൂസ് മട്ട് ഓഫ് വീറ്റ് കോസ്ഡ് ബൈ ഉസ്ലാഗോ ന്യൂഡാട്രിറ്റിസി ഈസ് ഇന്റേർണലി സീഡ് ബോൺ. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് അല്ലെ. ലൂസ് മട്ട് ഉണ്ടാക്കുന്ന ആളാണ് ഉസ്ലാഗോ ന്യൂഡാട്രിറ്റിസി. അത് ഇന്റേർണലി സീഡ് ബോൺ ഡിസീസിന് എപ്പോഴും എക്സാമ്പിൾ പറയുന്നതാണ്. സെക്കൻഡ് വൺ, ഉസ്ലാഗോ ന്യൂഡാട്രിറ്റിസി ഇൻഫെക്ട്സ് ദ ഹോസ്റ്റ് ഡ്യൂറിങ് ബ്ലോസമിങ്. അതാ പൂക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു കതിരൊക്കെ വരാനുള്ള ആ ഒരു സ്റ്റേജിലാണ് ഇത് ഇൻഫെക്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇതിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയായിരിക്കും? നമ്മൾ പൂക്കാനാവുന്ന സമയത്ത് ഓൾറെഡി സീഡ് ബോൺ ആണ്, അപ്പോ വിത്ത് വഴി പ്ലാന്റിൽ ഡിസീസ് ഉണ്ടായിരിക്കും. അതെന്താവും? വളരും, വളർന്ന് റൈപ്പനിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് എത്തും. അപ്പൊ അവിടെ ഫ്ലവർ വന്നു, സീഡ് വന്നു അല്ലെ. അപ്പൊ പുറത്തേക്ക് വരുന്ന സീഡ് അല്ലെങ്കിൽ ഗ്രെയിൻസിൽ എന്തുണ്ടാവും? സ്മട്ട് കാണാൻ പറ്റും, സ്മട്ട് ബോൾ പ്രൊഡ്യൂസ് ചെയ്യും. അതുവരെ നമുക്ക് വിഷ്വലി വേറെ സിംറ്റംസ് ഒന്നും കാണില്ല. വിത്തിൽ ഓൾറെഡി ഡിസീസ് ഉണ്ട്, ആ വിത്ത് നമുക്ക് മനസ്സിലാവില്ല, കാരണം ഇന്റേർണലി സീഡ് ബോൺ ആണ്. പുറത്തേക്ക് വലിയ വ്യത്യാസമൊന്നും കാണില്ല. നമ്മൾ അസുഖം വന്നൊന്നും അറിയാതെ അത് കുഴിച്ചിടും, വീറ്റ് പ്ലാന്റ് ഉണ്ടാവും. അതിന്റെ ഒരു റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് വരെ വലിയ സിംറ്റംസ് ഒന്നും ഇല്ല. റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് എത്തുമ്പോൾ എന്തുണ്ടാവും? കതിര് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഗ്രെയിൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്മട്ട് ബോൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായി, അയ്യോ പണി പറ്റി, നമ്മുടെ വിത്തൊക്കെ ഇൻഫെക്റ്റഡ് ആയിരുന്നു എന്ന് അല്ലെ. അപ്പൊ എന്താവും? ഈ സ്മട്ട് ബോളിന്റെ അകത്താണ് അവരുടെ സ്പോർ ഉണ്ടായിരിക്കുക. അപ്പൊ സ്മട്ട് ബോൾ കാറ്റത്ത് പൊട്ടിപ്പോയി ഈ സ്പോർ എന്ത് ചെയ്യും? മറ്റു പ്ലാന്റ്സിനെയും കൂടിയും പോയിട്ട് ഇൻഫെക്ഷൻ നടക്കും. അപ്പൊ പറയുന്നത് കറക്റ്റ് അല്ലേ? ഉസ്ലാഗോ ന്യൂഡാട്രിറ്റിസി മറ്റു പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ബ്ലോസമിങ് പീരീഡിലല്ലേ. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി വിച്ച് ഫേസ് ഓഫ് റസ്റ്റ് ഫംഗസ് ഈസ് കോൾഡ് സീറോ ഫേസ്? പക്സീനിയ ഗ്രാമിനിസ് ട്രിറ്റിസിന്റെ ലൈഫ് സൈക്കിൾ ഒക്കെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ സെഷൻ ഒന്ന് നോക്കുക കേട്ടോ. എന്തായാലും അവിടെ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് അതിന്റെ ആ ഒരു സ്റ്റേജസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതെന്ന് ഏതിലേക്കാ പോകുന്നതെന്നൊക്കെ. അപ്പൊ അതില് ഓരോ സ്റ്റേജ് നമ്മൾ കണ്ടതാണ്. ഏഷ്യോസ്പോറ്, പിക്നിയോസ്പോറ്, യൂറിഡോസ്പോറ്, ടീലിയോസ്പോറ്, ബസീഡിയോസ്പോറ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ സ്പോറിനും നമ്മൾ ഓരോ നമ്പർ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അതെന്താ നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ പക്സീനിയ ഗ്രാമിനിസ് ട്രിറ്റിസി. വീറ്റില് ബ്ലാക്ക് സ്റ്റെം റസ്റ്റ് ഉണ്ടാക്കുന്ന പാത്തജനാണ് പക്സീനിയ ഗ്രാമിനിസ് ട്രിറ്റിസി. അപ്പൊ അതൊരു 5 ടൈപ്പ് സ്പോർ അതിന്റെ ലൈഫ് സൈക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. സ്പെർമേഷ്യ അല്ലെങ്കിൽ പിക്കിനിയോസ്പോർ, ഏഷ്യോസ്പോർ, യുറീഡിനിയോസ്പോർ, ടീലിയോസ്പോർ, ബസീഡിയോസ്പോർ. ഓക്കെ, എല്ലാവർക്കും പേരൊക്കെ ഓർമ്മ ഉണ്ടാവും. ഈ ഒരു ഓർഡറിലാട്ടോ അതിന്റെ നമ്പർ ഉള്ളത് 0, 1, 2, 3, 4. SAUTB, സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി TB.
ഓക്കെ, SAU-TB അങ്ങനെ തന്നെ ആലോചിക്കുക. 0, 1, 2, 3, 4 SAU-TB എന്തെങ്കിലും കോഡ് വെച്ച് ആലോചിക്കുക കേട്ടോ. അങ്ങനെ ആലോചിച്ച സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി TB. അപ്പൊ അത് ആലോചിച്ച് നോക്കിയാൽ ഇതില് 0 എന്നുള്ള ഡെസിഗ്നേഷൻ അപ്പൊ ഏതിലാ ഉള്ളത്? സ്പെർമേഷ്യയിലാണ്. പക്ഷെ ഓപ്ഷൻസിൽ സ്പെർമേഷ്യ അല്ല, പകരം പിക്നിയം എന്നാണ് കേട്ടോ. അപ്പൊ പിക്നിയം എന്നുള്ള സ്ട്രക്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ ആണ് സ്പെർമേഷ്യ. അതിന്റെ മറ്റൊരു പേരാണ് പിക്നിയോസ്പോർ. ഒന്ന് ഓർത്ത് വെക്കണേ. പിക്നിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറിനെ തന്നെ വിളിക്കുന്ന രണ്ട് പേരുകളാണ് സ്പെർമേഷ്യ അല്ലെങ്കിൽ പിക്നിയോസ്പോർ. അപ്പൊ അതിൽ 0 ഫേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിക്നിയത്തിനെ തന്നെയാണ്. ഈ ഫേസ് പഠിക്കണേ. ഇതില് എല്ലാ സ്പോറും പ്രൊഡ്യൂസ് ചെയ്യുന്ന പാത്തജൻസിനെ നമ്മൾ മാക്രോസൈക്ലിക് എന്ന് വിളിക്കും. നമ്മുടെ പക്സീനിയ ഗ്രാമിനിസ്ട്രിറ്റിസി അല്ലെ, ബ്ലാക്ക് സ്റ്റെം റസ്റ്റ്, അയാൾ എക്സാമ്പിൾ ആണ്. എന്നതില് യുറീഡിനിയോസ്പോർ ഇല്ല, ഒരു സ്പോറൊക്കെ കുറവാണെങ്കിൽ നമ്മൾ അതിനെ ഡെമിസൈക്ലിക് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ ജിംനോസ്പൊറാഞ്ചിയം ജൂനിപ്പറി വെർജീനിയാന എന്നുള്ള ഒരു റസ്റ്റ് ഫംഗസ് ആണ്. ഇതില് വളരെ നമ്മുടെ സ്പെർമേഷ്യം ഏഷ്യോസ്പോസ് ഒന്നും ഇല്ല, വളരെ കുറച്ച് സ്പോർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ അതിനെ മൈക്രോസൈക്ലിക് എന്ന് വിളിക്കും. ഹെമീലിയ വാസ്താട്രിക്സ് കോഫിയിൽ കാണുന്ന റസ്റ്റ് പാത്തജൻ എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക, ഈ ഡെസിഗ്നേഷനും ഓർത്ത് വയ്ക്കുക. ഇനി വിച്ച് സ്റ്റേജ് ഓഫ് റസ്റ്റ് ഫംഗസ് ലൈഫ് സൈക്കിൾ ഹാസ് കാരിയോഗമി ആൻഡ് മിയോസിസ്? ഓക്കെ, നമ്മൾ റസ്റ്റ് ലൈഫ് സൈക്കിൾ കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കാരിയോഗമി മിയോസിസും എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പോ ഇതിന്റെ ലൈഫ് സൈക്കിൾ ഞാൻ കൊടുത്തിട്ടില്ല, എങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടാവും. നമ്മുടെ യുറിഡിനോസ്പോർ ആയിരിക്കും ലൈഫ് സൈക്കിൾ കൂടുതൽ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ. യുറിഡിനോസ്പോർ എന്ത് സ്റ്റേജിലായിരിക്കും? ഡൈക്കാരിയോട്ടിക് സ്റ്റേജിലായിരിക്കും. N+N കണ്ടീഷൻ ആണ്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ വീറ്റ് ഹാർവെസ്റ്റ് ചെയ്യണം അല്ലെ. വീറ്റ് ഹാർവെസ്റ്റ് ചെയ്താൽ നമ്മുടെ പാത്തജന് ഫുഡില്ല. ഫുഡില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അത് മനസ്സിലാക്കിയ പാത്തജൻ എന്ത് ചെയ്യും? അതിന്റെ സ്വഭാവമാണ് മാറ്റും. യുറിഡിനിയോസ്പോർ പതുക്കെ ടീലിയോസ്പോർ ആയിട്ടാണ് മാറും. ടീലിയോസ്പോർ കുറച്ചും കൂടി കട്ടിയുള്ളത്, അതിനൊരു എന്താ പറയാ സർവൈവിങ് നേച്ചർ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ടീലിയോസ്പോർ എന്ത് ചെയ്യും? നമ്മുടെ വീറ്റ് ഒക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സോയിലും സ്റ്റബിൾസിലും ഒക്കെ ആയിട്ട് അങ്ങനെ അൺഫേവറബിൾ കണ്ടീഷൻസ് ഒക്കെ സർവൈവ് ചെയ്ത് അങ്ങനെ ജീവിച്ചോളും. ഇനി ഇൻ കേസ് ഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് നടക്കും? ഡൈക്കാരിയോട്ടിക് ആയിട്ടുള്ള N+N കണ്ടീഷൻ ആയിട്ടുള്ള ടീലിയോസ്പോറിൽ ആ രണ്ട് ന്യൂക്ലിയസും ആണ് ഫ്യൂസ് ചെയ്യും. അതിനെന്താ വിളിക്കുക? കാരിയോഗമി എന്നല്ലേ. ഓക്കെ, ഫ്യൂസ് ചെയ്തിട്ട് എന്താവും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അപ്പൊ തന്നെ എന്ത് സംഭവിക്കും? മിയോസിസ് സംഭവിച്ച് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഈ ഓരോ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ആണ് പിന്നീട് ബസീഡിയോസ്പോർ ആവുന്നത്. അതാണ് കഥ. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മളെ ലൈഫ് സൈക്കിൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും യുറിഡിയോസ്പോർ ആണ്. അത് N+N കണ്ടീഷൻ ആണ്. പക്ഷെ ബീറ്റ് ഹാർവസ്റ്റിലേക്ക് അടുക്കുമ്പോൾ മാത്രം സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് യുറിഡോസ്പോർ പതുക്കെ കുറച്ചും കൂടി ശക്തനായ ടീലിയോസ്പോർ ആയിട്ട് മാറും. അതിന്റെ സ്ട്രക്ചറിലൊക്കെ വ്യത്യാസമുള്ളൂ, പ്ലോയിഡിയിലൊന്നും അവിടെ വ്യത്യാസം വരുന്നില്ല. N+N തന്നെയാണ് ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും? ബീറ്റ് ഹാർവസ്റ്റ് കഴിഞ്ഞാലും അൺഫേവറബിൾ കണ്ടീഷൻ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത് ടീലിയോസ്പോർ ആയിട്ട് തന്നെ ജീവിച്ചോളും. ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് ടീലിയോസ്പോറിൽ വെച്ച് എന്ത് സംഭവിക്കും? ഈ N+N കണ്ടീഷനിലെ രണ്ട് ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആവും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് മിയോസിസ് സംഭവിച്ച് 4 ഹാപ്ലോയിഡ് ആവും. ഓരോ ഹാപ്ലോയിഡ് ഓരോ ബസീഡിയോസ്പോർ ആയിട്ട് മാറും. ഓക്കെ, കഥ മനസ്സിലായല്ലോ. അപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കാരിയോഗമി മിയോസിസും ഏത് ഫേസിലാണെന്ന് അപ്പൊ നമുക്ക് മനസ്സിലായി. ടീലിയോസ്പോറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ടീലിയോസ്പോർ ഈ കൂട്ടത്തിൽ ഏത് സ്റ്റേജാ? നോക്കി നോക്ക്, ഇതിൽ ഏതാ ടീലിയോസ്പോർ? തേർഡ് വൺ അല്ലേ. ഇതില് തേർഡ് വൺ, സ്റ്റേജ് 3 ആണ് ആൻസർ. അപ്പൊ നമുക്ക് ആ ലൈഫ് സൈക്കിൾ അറിയണം. ടീലിയോസ്പോറിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് അറിഞ്ഞാൽ പോലും ആ സ്റ്റേജ് ഏതാന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റുള്ളൂ. ഇതും SRF കണ്ടൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ബുദ്ധിമുട്ടാണ് ചോദിച്ചാൽ ബുദ്ധിമുട്ടല്ല. നമുക്ക് ലൈഫ് സൈക്കിള് റസ്റ്റിന്റെ നമ്മൾ പഠിച്ച് അങ്ങ് പദം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. പഠിക്കുക കേട്ടോ. ഈ 5 സ്റ്റേജസും പഠിക്കുക, അതേപോലെ ലൈഫ് സൈക്കിളും ക്ലിയർ ആയിട്ട് പഠിക്കുക, പ്ലോയിഡി ലെവലും കൂടിയും പഠിക്കുക. ഓക്കെ, എവിടൊക്കെയാണ് N+N ഉള്ളത്, എപ്പോഴാണ് N+N 2N ആവുന്നത്, 2N എപ്പോഴാണ് N ആവുന്നത്, വീണ്ടും N എങ്ങനെയാണ് N+N ആവുന്നത്, ആ ഓരോ സ്റ്റേജസും നോക്കി വെക്കുക.
നെക്സ്റ്റ് വൺ, ത്രിപ്സ് ട്രാൻസ്മിറ്റഡ് വൈറൽ ഡിസീസ്. ഇക്കൂട്ടത്തിൽ ഏതാണ് ത്രിപ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ടൊമാറ്റോയില് ലീഫ് കേൾ. ടൊമാറ്റോയില് മാത്രമല്ല ഒട്ടുമിക്ക ക്രോപ്സിലും ലീഫ് കേൾ ആണോ? വൈറ്റ് ഫ്ലൈ ആയിരിക്കും. ഒട്ടുമിക്ക കേസസിലും കേട്ടോ വൈറ്റ് ഫ്ലൈ ആയിരിക്കും. ബെമീസിയ ടബാസി. പിന്നെ യെല്ലോ വെൻ മൊസൈക്ക് ഓഫ് ബെൻഡി, എഗെയിൻ എന്താണ്? വൈറ്റ് ഫ്ലൈ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ട്നട്ട് റൊസെറ്റ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പക്ഷേ അഫിസ് ആണ്. അഫിസ് സ്പീഷീസ് എഫിഡ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇക്കൂട്ടത്തിൽ സെക്കൻഡ് വൺ, ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ് ആണ് എന്ത്? ത്രിപ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആള് കേട്ടോ. ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ്. മറ്റൊരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഗ്രൗണ്ട്നട്ട് ബഡ് നെക്രോസിസ്, അതും എന്താണ്? ത്രിപ്സ് തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓർത്തേക്കുക. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പോയി നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഓരോ വൈറസ് വെക്ടർ ഒക്കെ ടാബുലാർ ഫോമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ്ലി പഠിക്കാം കേട്ടോ. പിന്നെ PSCയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇടണ്ടാന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ റെഫർ ചെയ്ത ഒരു 3-4 പേപ്പറിലെങ്കിലും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി പറയാതിരുന്ന മോശം വിചാരിച്ച് കൊടുത്താണ്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. കസാവ മൊസൈക്ക് ഡിസീസിലെ വെക്ടർ ആരാന്നുള്ളത്. ആരാണ്? വൈറ്റ് ഫ്ലൈ ആണ്. ഇത് ചോദിക്കാൻ കാരണം സാധാരണഗതിയിൽ നമ്മൾ മൊസൈക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ അഫിഡ്സ് കുത്താൻ ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. ലീഫ് കേൾ അല്ലല്ലോ, ലീഫ് കേൾ അല്ലേ സാധാരണ വൈറ്റ് ഫ്ലൈ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു ചിന്താധാരണ. അങ്ങനെ പോവരുത്. കസാവ മൊസൈക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വൈറ്റ് ഫ്ലൈ തന്നെയാണ് കേട്ടോ. ഒരുപാട് വട്ടം വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, വൈറ്റ് ഫ്ലൈ ആണോ, ത്രിപ്സ് ആണോ, അഫിഡ്സ് ആണോ, നെമറ്റോഡ്സ് ആണോ, ഫംഗസ് ആണോ എന്നറിഞ്ഞിരിക്കണം. ഇവരുടെ സയന്റിഫിക് നെയിം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ടാബുലാർ ഫോം നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വൺ, വൈറസ് അല്ലാത്തൊരു ട്രാൻസ്മിഷൻ നോക്കാം. റത്തായിബാക്ടർ ട്രിറ്റിസി കോസിംഗ് യെല്ലോ സ്ലൈം റോട്ട് ഡിസീസ് ഇൻ കേസ് ഓഫ് വീറ്റ് ട്രാൻസ്മിറ്റഡ് ബൈ. വീറ്റിലൊരു ഇമ്പോർട്ടന്റ് ഡിസീസ് ആണ് ടുണ്ടു ഡിസീസ്. ഓക്കെ, അതൊരു കോംപ്ലക്സ് ഡിസീസ് ആണ്. ഒരു പാത്തജൻ അല്ല, 2 ഗ്രൂപ്പാണ് അത് ഉണ്ടാക്കുന്നത്. ഒരു ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയ ഉണ്ടാക്കുന്ന മെയിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ യെല്ലോ സ്ലൈമി റോട്ട്. ഓക്കെ, നമ്മുടെ ഗ്രെയിൻസ് എന്നൊക്കെ ഒരു യെല്ലോ സ്ലൈം പുറത്തേക്ക് വരും. ബാക്ടീരിയ ആണെങ്കിൽ ഒരു സ്ലൈമി ഊസ് റിലീസ് ചെയ്യൂ അല്ലെ. അപ്പൊ അതേപോലത്തെ ഒരു ഊസൊക്കെ ഉണ്ടാവും. അതാണ് റത്തായിബാക്ടർ. പക്ഷെ അത് അങ്ങനെ തന്നെ വീറ്റില് പോയിട്ട് ഇൻഫെക്ട് ചെയ്യില്ല. അതിനെ കൊണ്ടുപോകാൻ ഇവർക്ക് ഒരു വെക്ടറിനെയും കൂടി ആവശ്യമുണ്ട്. ഓക്കെ, ആ വെക്ടർ ഒരു നെമറ്റോഡ് ആണ്. ഇക്കൂട്ടത്തിൽ ഏത് നെമറ്റോഡ് ആണ് റത്തായിബാക്ടറിനെ കൊണ്ടുപോകുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ അങ്ക്യൂന ട്രിറ്റിസി. അങ്ക്യൂന ട്രിറ്റിസി എന്നുള്ള നെമറ്റോഡ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വീറ്റിലേക്ക് റത്തായിബാക്ടറിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമാണ് നമ്മൾ എന്ത് പറയാ ടുണ്ടു ഡിസീസ് എന്ന് വിളിക്കുക കേട്ടോ. വെറുതെ നമ്മുടെ നെമറ്റോഡ് പോയിട്ട് ഇൻഫെക്ട് ചെയ്ത് നമ്മൾ ഇയർ കോക്കിൾ എന്ന് വിളിക്കും. അതിൽ ഈ ബാക്ടീരിയയും കൂടി ഉണ്ട്. അങ്ങനെ വന്ന ആ ഒരു കോംപ്ലക്സ് ഡിസീസിനെ നമ്മൾ എന്ത് വിളിക്കും? ടുണ്ടു ഡിസീസ് എന്ന് വിളിക്കും. രണ്ടുപേരും ഓർക്കണേ. നെക്സ്റ്റ് വൺ, ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് ഓഫ് പക്സീനിയ ഗ്രാമിനിസ് ട്രിറ്റിസി. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, വീറ്റ് ആയിരിക്കും മെയിൻ ഹോസ്റ്റ്. ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് ആരാ? ബാർബറി. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഇപ്പൊ റീസെന്റ് ആയിട്ട് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് സിമുലേഷൻ മോഡൽ. ഓരോ ക്രോപ്പിലെ ഡിസീസിന് ഓരോ സിമുലേഷൻ മോഡൽ ഉണ്ടായിരിക്കും. ആ ഡിസീസിന് വരാൻ സാധ്യതയുള്ള എപ്പിഡമിയോളജിക്കൽ ഫാക്ടേഴ്സ് നമുക്കറിയാം അല്ലെ. ഓരോ ഡിസീസിനും അതെങ്ങനെ ഉണ്ട്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 90% മുകളിലാണെങ്കിൽ, ടെമ്പറേച്ചർ 18 to 20 ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയിലാണെങ്കിൽ ഫൈറ്റ് ഓഫ് തോറ വരാനുള്ള സാധ്യത കൂടുതലാണ്. ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഓരോ ക്രോപ്പിനും അതിനനുസരിച്ച് ഡിഫറൻസ് ആയിരിക്കും. ഫിസേറിയ ആണെങ്കിൽ എന്താ, അത്ര റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ആവശ്യമില്ല. ഒരു ഡ്രൈ ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിലാണ് അതിന് പോസിബിലിറ്റി. റാൽസ്റ്റോണി അതേപോലെ തന്നെ. അപ്പോ ഹൈ ടെമ്പറേച്ചറിലുള്ള ആൾക്കാരുണ്ട്, ലോ ടെമ്പറേച്ചറിലുള്ള ആൾക്കാരുണ്ട്. ഓരോന്നിനും ഓരോ രീതിയിലുള്ള എപ്പിഡമിയോളജി ആയിരിക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു മോഡലിലേക്ക് ഫീഡ് ചെയ്യും. ഇത്രയും ക്യാരക്ടേഴ്സ് ഓക്കെ ആണെങ്കിൽ ആ ഡിസീസ് വരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ഓരോന്നും ഏതൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ റൈസിലെ ബ്ലാസ്റ്റ് ഡിസീസസിന് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നേ ഉള്ളൂ. എപ്പിബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് ഡിസീസ് ഓഫ് റൈസ്, എപ്പിബ്ലാസ്റ്റ് അല്ലെ. ഇനി അതന്നെ ആപ്പിൾ സ്കാബ് ഡിസീസ് ആണെങ്കിലോ? ആപ്പിൾ സ്കാബ് ഉണ്ടാക്കുന്ന പാത്തജൻ ഏതാ അറിയോ? വെഞ്ചൂറിയ ഇനീക്വാലിസ് ആണ് ആപ്പിൾ സ്കാബ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പിവെൻ അല്ലെ. എപ്പിവെൻ ആണ് ആൻസർ. അപ്പൊ ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് റൈസ് ബ്ലാസ്റ്റിലാണെങ്കിൽ എപ്പിബ്ലാസ്റ്റ്, ബ്ലാസ്റ്റ്, ലീഫ് ബ്ലാസ്റ്റ് ഒക്കെ
ആ പേരിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. പൈർന്യൂ, പൈറിക്കുലേറി അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പൊ പൈർന്യൂ ഓർക്കുക. പിന്നെ ഏർലി ബ്ലൈറ്റ് ഓഫ് ടൊമാറ്റോ പൊട്ടാറ്റോയിലൊക്കെ വരുന്ന ഒരു സിമുലേഷൻ മോഡലാണ് എപ്പിഡം. നിങ്ങൾക്ക് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഓപ്ഷനിൽ എപ്പിഡം 2 വട്ടം വന്നിട്ടുണ്ട് തോന്നുന്നു. അതിലെ ഡി ഓപ്ഷനും ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ എപ്പിഡം ആയിരുന്നു. എപ്പിഡം എന്താന്ന് അറിഞ്ഞിരിക്കണം. ടൊമാറ്റോയിലും പൊട്ടാറ്റോയിലും ഏർലി ബ്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ സിമുലേഷൻ മോഡലാണ്. അതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, വാഗ്നറും ഹോസ്വോൾ ആയിരുന്നു, ഇത് ഓർത്ത് വയ്ക്കുക. നീ സത്തൻ കോൺ ലീഫ് ബ്ലൈറ്റ് ആണെങ്കിൽ എപ്പിമെയ്, എപ്പികോൺ ഒക്കെ അതാണ്. സർക്കോസ്പോറ ബ്ലൈറ്റ് ഓഫ് സെലറി സർക്കോസ്. ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ ആണെങ്കിൽ ബ്ലൈറ്റ് കാസ്റ്റ്. ആപ്പിൾ സ്കാബ് ഞാൻ നേരത്തെ പറഞ്ഞു എപ്പിവെൻ. അങ്ങനെ ഇനി ഓരോ എക്സ്പേർട്ട് സിസ്റ്റം ഉണ്ട്, അതായത് ഒരു പെർട്ടിക്കുലർ ക്രോപ്പിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഒരു ഡിസീസിന് പറഞ്ഞു, അതല്ലാതെ അതിന് വരാൻ സാധ്യതയുള്ള എല്ലാ ഡിസീസസും വെച്ചിട്ട് ഒരു എക്സ്പേർട്ട് സിസ്റ്റം കൂടി ഉണ്ടാവും. അത് ഓരോ ക്രോപ്പിനനുസരിച്ചാണ് പറയാറ്. ടൊമാറ്റോക്ക് ആണെങ്കിൽ ടോം, ഗ്രേപ്സിനാണെങ്കിൽ ഗ്രേപ്സ് തന്നെ. വീറ്റ് കോൺസെലർ, വീറ്റിലെ തന്നെ മറ്റൊന്നാണ് മോർ ക്രോപ്പ്. ആപ്പിൾ ആണെങ്കിൽ പോം. അപ്പൊ ജസ്റ്റ് അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ സിമുലേഷൻ മോഡൽസ് എല്ലാവരും ഓർക്കണം. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ. ഇനി ഫംഗൽ ബയോകൺട്രോൾ ഏജന്റ് യൂസ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ക്വിക്ക് വിൽറ്റ് ആൻഡ് ബ്ലാക്ക് പെപ്പർ. ഇതും ഞാൻ ഇടണമെന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഇതും റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ അടുത്തല്ല, ഇതിന് മുന്നുള്ള ഒരുപാട് PSC വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ബ്ലാക്ക് പെപ്പറിൽ ക്വിക്ക് വിൽറ്റ്, ഫൈറ്റോഫ്തോറ ക്യാപ്സിസ് ഉണ്ടാക്കുന്ന ദ്രുതവാട്ടം എന്നുള്ള രോഗത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബയോകൺട്രോൾ ഏജന്റ്. അത് ഫംഗൽ ആണെങ്കിൽ ഏതാ ചോദിച്ചാൽ ട്രൈക്കോഡർമ വിറിഡെ തന്നെയാണ്. കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്യൂഡോമോണസിനും പറയാറുണ്ട്, അതേപോലെ വാമും പറയാറുണ്ട് കേട്ടോ. വാം അറിയാലോ അല്ലെ, വെസിക്കുലർ, ആർബസ്കുലർ, മൈക്കോറൈസ്. ഇത് മൂന്നും നിങ്ങൾക്ക് POP നോക്കിയാൽ മനസ്സിലാവും. ഇത് മൂന്നും നമ്മൾ എന്തിനാ ക്വിക്ക് വിൽറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ബയോകൺട്രോൾ ഏജന്റ്സ് ആണ്. അപ്പൊ POP നോക്കിയിട്ട് എവിടെയൊക്കെ ബയോകൺട്രോൾ ഏജന്റ്സ് വരുന്നുണ്ടോ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ഇനി ഫംഗിസൈഡ് യൂസ് ഫോർ സീഡ് ട്രീറ്റ്മെന്റ്. എല്ലാ ഫംഗിസൈഡ്സും എല്ലാ രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കൂടുതൽ നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നതായിരിക്കും. ചിലതൊക്കെ ഡ്രെഞ്ചിങ്ങിന് ചില ഗ്രൂപ്പിന് മാത്രമേ പറയുള്ളൂ. കോപ്രോക്സി ക്ലോറൈഡ്, പിന്നെ സിസ്റ്റമിക് ആയിട്ടുള്ള ഹെക്സഗോനസോൾ, അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ഡ്രെഞ്ചിങ്ങിന് പറയും. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും നമുക്ക് ഫോളിയറിന് പറയാറുണ്ട്. സീഡ് ട്രീറ്റ്മെന്റിനും കുറച്ച് ക്യാപ്റ്റാൻ, തൈറാം, അതൊക്കെയാണ് സാധാരണ നമ്മൾ എന്തിനു പറയാറ്, സീഡ് ട്രീറ്റ്മെന്റിന് പറയാറ്. പിക്കൂട്ടത്തിൽ സീഡ് ട്രീറ്റ്മെന്റിന് പറയുന്ന ഒരു ഫംഗിസൈഡ് ഏതാ ചോദിച്ചാൽ ഏതായിരിക്കും? കാർബൻഡാസിം ആണ്. സാധാരണ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ക്യാപ്റ്റാന്, തൈറാമ് ഒക്കെയാണ് നമ്മൾ നോർമലി സീഡ് ട്രീറ്റ്മെന്റിന് പറയാറുള്ളത്. മാനബ്, ക്യാപ്റ്റാൻ, തൈറാം, കൂട്ടത്തിൽ പറയുന്ന ഒന്നാണ് കാർബൻഡാസിം. ഇത്രയും ആൾക്കാർ കേട്ടോ. ക്യാപ്റ്റാൻ, തൈറാം, മാനബ്, കാർബൻഡാസിം ഒക്കെയാണ് നമ്മൾ ജനറലി സീഡ് ട്രീറ്റ്മെന്റിന് പറയാറ് എന്നൊന്ന് ഓർത്തു വെക്കണം. ഹെക്സോകോനസോൾ, കോപ്രോക്സി ക്ലോറൈഡ് ഒക്കെ കൂടുതലും ഡ്രെഞ്ചിങ്ങിനും ഫോളിയർ ആപ്ലിക്കേഷനും ഒക്കെയാണ് പറയാറ്. ട്രൈഡിമോർഫും അതെ, നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷനും ഡ്രെഞ്ചിങ്ങിനും ഒക്കെയാണ് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാറ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിസ്റ്റമിക് ഫംഗിസൈഡ്? ഇക്കൂട്ടത്തിൽ ഏതാ സിസ്റ്റമിക് ഫംഗിസൈഡ്? സിനബ്, മാംഗോസബ്, ക്യാപ്റ്റാൻ, ഇവരൊക്കെ എന്താണ്? കോണ്ടാക്ട് ആണ് കേട്ടോ. ഇവരൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ സീഡ് ട്രീറ്റ്മെന്റിനും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ കാർബൻഡാസിം എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമിക് ആയിട്ടുള്ള ഫംഗിസൈഡ് ആണ്. അപ്പൊ നമുക്ക് എന്തറിയണം? ഒരു ഫംഗിസൈഡ് കൈ കിട്ടിയാൽ അത് എന്തിനാണ് ഉപയോഗിക്കുക? ഫോളിയറിനാണോ, ഡ്രെഞ്ചിങ്ങിനാണോ, സീഡ് ട്രീറ്റ്മെന്റിനാണോ? അതൊരു രീതിയിൽ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത് സിസ്റ്റമിക് ആണോ കോണ്ടാക്ട് ആണോ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തത് അതിന്റെ ട്രേഡ് നെയിമും അറിഞ്ഞിരിക്കണം. എന്താണ് ഇക്കൂട്ടത്തിൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ട്രേഡ് നെയിം ഓഫ് കോപ്പർ ഓക്സി ക്ലോറൈഡ്. ഇക്കൂട്ടത്തിൽ ഏതാണ് കോപ്പർ ഓക്സി ക്ലോറൈഡിന്റെ ട്രേഡ് നെയിം? കോണ്ടാഫ് ഏതിന്റെ ആയിരുന്നു? ഹെക്സോകോനസോൾ എന്നുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ട്രയസോൾ ഫംഗിസൈഡിന്റെ ട്രേഡ് നെയിം ആണ് കോണ്ടാഫ്. സെക്കൻഡ് വൺ ഡൈത്തേൻ, മാംഗോസബിന്റെ ഒരു ഇതാണ് ഡൈത്തേൻ, അത് കോണ്ടാക്ട് ആണ്. തേർഡ് വൺ ബവിസ്റ്റിൻ, ബവിസ്റ്റിൻ കാർബൻഡാസിം എന്നുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ബെൻസിമിഡാസോൾ ഫംഗിസൈഡിന്റെ ട്രേഡ് നെയിം ആണ് ബവിസ്റ്റിൻ. ലാസ്റ്റ് വൺ ഫൈറ്റോലാൻ ആണ് കോപ്രോക്സി ക്ലോറൈഡിന്റെ ട്രേഡ് നെയിം. എല്ലാത്തിന്റെ ട്രേഡ് നെയിം പഠിക്കണം കേട്ടോ. കോപ്രോക്സി ക്ലോറൈഡ് ആണെങ്കിൽ ബ്ലിക്ടോക്സ്, ബ്ലൂ കോപ്പർ, ഫൈറ്റോലാൻ, കില്ലെക്സ് കോപ്പർ, സ്റ്റാർ കോപ്പർ, കുറെ പേരുണ്ട്. അപ്പൊ ഏതാ ചോദിക്കാന്നൊന്നും അറിയില്ല, ഒരു ഏകദേശം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോപ്പറോ ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ കോസൈഡ്, സൾഫറിന് ഒരുപാടുണ്ട്, എസോ, തയോവിറ്റ്, വെറ്റബിൾ സൾഫറിന്റെ തന്നെ വേറെ ഫോർമുലേഷൻസ് ഉണ്ട്. തൈറാം തിറിഡെ, മാംഗോസബ്, ഇൻഡോഫിൽ, ഡൈത്തേൻ, ഹിൽത്തേൻ ഒക്കെ മാംഗോസബിന്റെ. പ്രൊപ്പിനബിന്റെ ആണെങ്കിൽ ആൻഡ്രാക്കോൾ, ഡിനോക്യാപ്പിന്റെ ആണെങ്കിൽ കെരാത്തേൻ,
കരാത്തേൻ ആയിരുന്നു പൗഡറി മിൽഡ്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് പറയുന്നത്. ഇതേ കരാത്തേൻ തന്നെ മൈറ്റിസൈഡ് ആക്ടിവിറ്റിയും കൂടി ഉണ്ട് കേട്ടോ. മൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതും ഒരു വട്ടം PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെ പറ്റുന്നതിന്റെ ഒക്കെ ട്രേഡ് നെയിം നിങ്ങൾക്ക് POPന്റെ ലാസ്റ്റ് പേജസ് നോക്കിയാൽ മനസ്സിലാവും. അവിടേക്ക് എന്തുണ്ട്, ഇതിന്റെ ട്രേഡ് നെയിംസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കാം. ഓക്കെ. വിച്ച് ഫംഗസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹോളി ഫയർ കണ്ടീഷൻ വിച്ച് കോസ് ഡ്യൂ ടു കൺസംഷൻ ഓഫ് ഫംഗൽ കണ്ടാമിനേറ്റഡ് റൈ ഫ്ലോർ. ഓക്കെ. സെന്റ് ആന്റണീസ് ഫയർ എന്ന് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു ടേം ആണ് ഹോളി ഫയർ എന്നൊക്കെ. ഒരു റൈ ഉള്ള ക്രോപ്പില്ലേ, അതിന്റെ ഫ്ലോർ, അതായത് ഈ ഒരു ഡിസീസ് വന്നു എന്ന് മനസ്സിലാക്കാതെ ആ ഗ്രെയിൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലോർ കൺസ്യൂം ചെയ്തിട്ട് ഹ്യൂമൻസിന്റെ ബോഡി മൊത്തം പൊള്ളി വന്ന് ഒരു വല്ലാത്തൊരു ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ഒരു എപ്പിഡമിക് മോഡലിലൊക്കെ വന്ന ഒരു ഹിസ്റ്ററിക് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഡിസീസ് ആണിത്. സെന്റ് ആന്റണീസ് ഫയർ എന്നും ഹോളി ഫയർ എന്നൊക്കെ പറയാറുണ്ട് ഹിസ്റ്ററിയിൽ. അപ്പൊ അത് ഏത് പാത്തജൻ കോസ് ചെയ്താ ചോദിച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡിസീസ് ഏതാ? എർഗോട്ട് ആണ്. റൈയിൽ ഉണ്ടാവുന്ന എർഗോട്ട് ഡിസീസ് ആണ്. കോസ്റ്റൽ ഓർഗാനിസം അപ്പൊ ഏതായിരിക്കും? ക്ലാവിസെപ്സ് പർപ്യൂറിയ. ഓർത്ത് വെക്കുക കേട്ടോ, ക്ലാവിസെപ്സ് പർപ്യൂറിയ എർഗോട്ട് ഡിസീസ്. സാധാരണ സീരിയൽസ്, റൈ, പേൾ മില്ലറ്റ്, സ്വർഗം പോലുള്ള സീരിയൽ ക്രോപ്സിലാണ് അത് ഇൻഫെക്ട് ചെയ്യാറ്. അപ്പൊ അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫ്ലോർ അല്ലെങ്കിൽ ഗ്രെയിൻസ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഹ്യൂമൻസിനും അത് പാത്തോജനിക് ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു ഹിസ്റ്ററിക് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സെക്ഷൻ ഓഫ് ഹിസ്റ്ററി എന്നൊക്കെ പറയാം. ഹോളി ഫയർ, സെന്റ് ആന്റണീസ് ഫയർ എന്നൊക്കെ. അപ്പൊ ഇത്രയും ടേംസ് ഒക്കെ ഓർത്തോർത്ത് വയ്ക്കുക. ഇതേ ക്ലാവിസെപ്സ് പർപ്യൂറിയ റൈയിൽ ഉണ്ടാക്കുന്ന എർഗോട്ട് എന്ന് ഉണ്ടാക്കുന്ന ആൽക്കലോയിഡ്സ് എന്നാണ് LSD പോലുള്ള വളരെ വീര്യം കൂടിയ ഡ്രഗ്സ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ മറ്റൊരു അവസ്ഥയാണ് എഫ്ലാടോക്സിക്കോസിസ്. നമ്മൾ സാധാരണ കഴിക്കുന്ന കടലില്ലേ, ഗ്രൗണ്ട് നട്ട്, പീനട്ട് എന്നൊക്കെ വിളിക്കുന്നത്, അതില് ഒരു പാത്തജൻ ഇൻഫെക്ട് ചെയ്യും. അത് നമ്മൾ അറിയാതെ കൺസ്യൂം ചെയ്താൽ അതും ഹ്യൂമണിന് ദോഷമാണ്. ആ ഒരു കണ്ടീഷനാണ് എഫ്ലാടോക്സിക്കോസിസ്. അപ്പൊ അത് ഈ കൂട്ടത്തിൽ ഏത് പാത്തജനാണ് ഉണ്ടാക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആസ്പെർജില്ലസ് നിഡുലൻസ്, ആസ്പെർജില്ലസ് ഫ്ലേവസ്, ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ് ആൻഡ് ആസ്പെർജില്ലസ് നൈഗർ. ആസ്പെർജില്ലസ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം, അത് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, സ്പീഷീസ് അറിയണം, ഫ്ലേവസ് ആണ്. ഇനി ഫോർ ദ ഫസ്റ്റ് ടൈം കോപ്പർ സൾഫേറ്റ് വാസ് യൂസ്ഡ് ടു കൺട്രോൾ വിച്ച് ഡിസീസ്? നമുക്കറിയാം കോപ്പർ ഗ്രൂപ്പ് ഓഫ് ഫംഗിസൈഡ്സ് കോണ്ടാക്ട് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഡിസീസസും നമ്മൾ ഒരു പ്രൊഫൈലാക്റ്റിക് മെഷർ എന്നുള്ള രീതിയിൽ അല്ലെ, വരുന്നതിന് മുന്നേ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ആളാണ് കോപ്പർ. ഇപ്പൊ കോപ്പർ ഓക്സിക്ലോറൈഡ് ഒക്കെ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ അല്ലെ. അതേപോലെ ബോഡോ മിക്സറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ് കോപ്പർ സൾഫേറ്റ്. ഈ കോപ്പർ സൾഫേറ്റ് ആദ്യമായിട്ട് ഏത് ഡിസീസിനെ മാനേജ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. സ്മട്ട്, ബണ്ട്, റസ്റ്റ്, മിൽഡ്യൂ. ആൻസർ ഏതാണ്? ബണ്ടാണ്. ബൺ ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു കോപ്പർ സൾഫേറ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിനോമിനൻ whereby development of resistance to one chemical in a particular class also confers resistance to other or related chemical is called as. അപ്പൊ അതെന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒരു ഡെഫിനിഷൻ ആണ് അല്ലെ. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ വരുന്ന ഒരു കെമിക്കലിന് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്ത കെമിക്കൽസിനോടും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നു. ആ ഒരു ഫിനോമിനൻ ആണ്. ഇതിനെന്താ നമ്മൾ നോർമലി വിളിക്കുക? ക്രോസ് റെസിസ്റ്റൻസ് ആണ്. ക്രോസ് റെസിസ്റ്റൻസ്. അതായത് ഇപ്പം എന്താ സ്ഥിരമായിട്ട് ഹെക്സക്കനസോൾ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പാടില്ല അല്ലെ. എന്താണ് പ്രശ്നം? ഹെക്സക്കനസോൾ യൂസ് ചെയ്ത് കുറെ കാലം അതിന് അതേ കെമിക്കൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ വരുന്ന മറ്റു കെമിക്കൽസ് പോലും അതിന് ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരേ ഗ്രൂപ്പത്തെ ആൾക്കാരാണ് യൂസ് ചെയ്യുമെങ്കിൽ എപ്പോഴും മാറി മാറി വേണം യൂസ് ചെയ്യാൻ. അപ്പൊ അതാണ് ക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു കെമിക്കൽ, ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ ഒരു കെമിക്കലിനോടുള്ള റെസിസ്റ്റൻസ് അതേ ഗ്രൂപ്പിൽ തന്നെ വരുന്ന മറ്റൊരു കെമിക്കലിനോടും ഉണ്ടാവാനുള്ള ഒരു സാധ്യത. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഒരേ സൈറ്റിലായിരിക്കും മോഡ് ഓഫ് ആക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്രയസോൾ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാം. ഈ ട്രയസോൾ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് ഹെക്സകോനസോൾ, പ്രൊപ്പിക്കോനസോൾ, ടെബുക്കോനസോൾ, അങ്ങനെയുള്ള ഈ സോൾ എൻ ചെയ്യുന്ന ഒരുപാട് സിസ്റ്റമിക് ഫംഗിസൈഡ്സ്. ഇവർക്കൊക്കെ ഏകദേശം ഒരേ മോഡ് ഓഫ് ആക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവരുടെ സ്റ്റീറോൾ ബയോസിന്തസിസിനെയാണ് ഇവർ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോ സ്ഥിരമായിട്ട് ഹെക്സകോനസോൾ തന്നെ അടിച്ചുകൊണ്ടിരുന്ന ആ ഒരു പാത്തജൻ ഹെക്സകോനസോളിന് എന്തായാലും റെസിസ്റ്റൻസ് കാണിക്കും. അതേപോലെ അതേ മോഡ് ഓഫ് ആക്ഷൻ വരുന്ന
അതിന്റെ കൂടെയുള്ള ആൾക്കാരോടും കാണിക്കാനുള്ള സാധ്യത. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രോസ് റെസിസ്റ്റൻസ് വിളിക്കുക. എന്നാൽ ക്രോസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണോ? അതല്ല അല്ലെ. ആദ്യം തന്നെ ഒരു വിറുലന്റ് ആയിട്ടുള്ള പാത്തജനെ ഒരു ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, വാക്സിൻ ഒക്കെ പോലെ. അപ്പൊ ശരിക്കുള്ള പാത്തജൻ വന്നാലും നമ്മുടെ ഹോസ്റ്റ് എന്ത് ചെയ്യും? ഇതിനെ ഒരു മെമ്മറി സെല്ലായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നോളും. അതാണ് ക്രോസ് പ്രൊട്ടക്ഷൻ. ഓക്കെ. അപ്പൊ നമ്മുടെ സിട്രസിലൊക്കെ, സിട്രസ് കാങ്കറിന് അത്രയൊന്നും വരില്ല. സിട്രസ് ട്രിസ്റ്റസ വൈറസിന്റെ ഒരു വിറുലന്റ് ഫോമിനെ നമ്മൾ ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ കറക്റ്റ് വിറുലന്റ് ആയിട്ട് ഇൻഫെക്ട് ചെയ്യാൻ പറ്റുന്ന ആള് കയറുമ്പോൾ എന്ത് മനസ്സിലാവും? ആ സിട്രസ് ഹോസ്റ്റിന് മെമ്മറി സെൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെറിയ രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. അതാണ് ക്രോസ് പ്രൊട്ടക്ഷൻ. മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതല്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒന്നിൽ കൂടുതൽ ഉള്ളതിനോട് നമുക്ക് റെസിസ്റ്റൻസ് കാണിക്കുക എന്നുള്ളതാണ് മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ്. അപ്പൊ ക്രോസ് റെസിസ്റ്റൻസ് ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് വൺ, ദ ടേം പാത്തോവാർ ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് പാത്തജൻ ഗ്രൂപ്പ്? നമ്മൾ ഒരേ സ്പീഷീസ് ഉള്ള ആൾക്കാരെ തന്നെ വീണ്ടും സബ് ഗ്രൂപ്പ് ആക്കി തിരിക്കും അല്ലെ. അപ്പൊ ഫംഗസിലൊക്കെ ആണെങ്കിൽ ഫോമ സ്പീഷ്യാലിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സബ് സ്പീഷീസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പറയാ. ഇപ്പൊ പാത്തോവാർ എന്നുള്ള ടേം നമ്മൾ ഏത് ഗ്രൂപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് സാധാരണ നമ്മളത് ബാക്ടീരിയന്റെ സബ് ഗ്രൂപ്പിനെയാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ സാന്തോമോണാസ് സിട്രി, പാത്തോവാർ സിട്രി, സാന്തോമോണാസ് ക്യാമ്പസ്ട്രിസ്, പാത്തോവാർ വെസിക്കറ്റോറിയ, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരേ സ്പീഷീസ് ആയിരിക്കും. അതിലെ തന്നെ ഒന്നെങ്കിൽ അവരുടെ ഹോസ്റ്റിനോടുള്ള ഏത് ഹോസ്റ്റിനെയാണ് അത് ഇൻഫെക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് വീണ്ടും അതിനെ സബ് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുക. അപ്പൊ അത് ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ അതിനെ ഏത് ടേമാ യൂസ് ചെയ്യുക? PV എന്ന് ഷോർട്ട് ആയിട്ട് പാത്തോവാർ എന്നൊക്കെയാണ് യൂസ് ചെയ്യുക. അതിന്റെ ഫംഗസ് ഒക്കെ വരികയാണെങ്കിൽ ഫിസേറിയം ഓക്സിസ്പോറം ഫോമ സ്പീഷ്യാലിസ് FSP എന്നൊക്കെ ആയിരിക്കും അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അത് ബാക്ടീരിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ആയിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോ താങ്ക് യു എവ്രിവൺ.